നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി. സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയുടെ ആദ്യത്തെ പാഠം. ഓക്കെ, ഇപ്പം നോക്കുക. നമുക്കറിയാം, ഒരു കാർബൺ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കാർബൺ കോമ്പൗണ്ടിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ നമുക്ക് കാർബൺ ആറ്റത്തിന് സെൽഫായി ലിങ്ക് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ കാറ്റിനേഷൻ പ്രോപ്പർട്ടി പറയും. കാറ്റിനേഷൻ CATENATION കേട്ടോ, കാറ്റിനേഷൻ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ കാർബണുമായിട്ടും അതോടൊപ്പം തന്നെ മറ്റുള്ള ഹെറ്ററോ ആറ്റങ്ങൾ, ഓക്സിജൻ അങ്ങനെയുള്ള ആറ്റങ്ങളായിട്ട് മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ കഴിവുകളാണ് കാർബണിന് മാത്രം ഒരു കെമിസ്ട്രി ഉണ്ടാവാനുള്ള കാരണം അത്രയധികം കോമ്പൗണ്ട്സ് കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു പ്രത്യേക ബ്രാഞ്ച് തന്നെ ആവശ്യമുണ്ട്. മറ്റുള്ള എലമെൻസിനെ കുറിച്ച് പഠിക്കാൻ ഓരോ ബ്രാഞ്ചായിട്ടില്ല. ഉണ്ടോ? ഇപ്പോൾ ക്ലോറിനെ കുറിച്ച് പഠിക്കാൻ ഒരു ബ്രാഞ്ച് അങ്ങനെയൊന്നുമില്ലല്ലോ, ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയധികം കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൽ നമുക്കറിയാം, കാർബണിന് 4 വാലൻസി ഉള്ളത്. ആ കാർബണിൻ്റെ 4 വാലൻസി ടെട്രാ വാലൻസി എന്ന് പറയും. ആ 4 വാലൻസി സിംഗിൾ ബോണ്ട് കൊണ്ട് മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മളതിനെ ആൽക്കൈൻസ് എന്ന് വിളിക്കും. കാർബണിൻ്റെ വാലൻസി സിംഗിൾ ബോണ്ട് കൊണ്ട് മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? ആൽക്കൈൻസ്. അതിലേതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മളതിനെന്ത് വിളിക്കും? ആൽക്കീൻസ്. ALKENES അല്ലേ? അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട്, കാർബണും കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കോമ്പൗണ്ട് നമ്മൾ ആൽക്കൈൻസ് എന്ന് വിളിക്കും. ALKYNES ആൽക്കൈൻസ്. ഓക്കെ, ശരിയല്ലേ? അതിൽ ഓരോ ആൽക്കൈനും ഓരോ ഹൈഡ്രോ കാർബണും കാർബണിൻ്റെ എണ്ണത്തിനനുസരിച്ച് അതിന് നമ്മളൊരു വേർഡ് റൂട്ട് കൊടുക്കും. വേർഡ് റൂട്ട്, WORD, വേർഡ് റൂട്ട്, ROOT, വേർഡ് റൂട്ട്. മനസ്സിലായല്ലോ? ആ വേർഡ് റൂട്ട് നമുക്കറിയാം. ഒരു കാർബൺ ആണെങ്കിൽ ഞാനിവിടെ ബോർഡിൽ എഴുതുന്നുണ്ട്, നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, അതിൻ്റെ വേർഡ് റൂട്ട്. ഓക്കെ, കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം 1 ആണെങ്കിൽ നമ്മൾ മെത്ത് എന്ന് എഴുതും. METH, മെത്ത്. 2 ആണെങ്കിലോ ETH. 3 ആണെങ്കിലോ PROP. 4 ആണെങ്കിലോ ബ്യൂട്ട്. 5 ആണെങ്കിലോ പെൻറ്റ്. 6 ആണെങ്കിലോ ഹെക്സ്. 7 ഹെപ്റ്റ്. 8 ഒക്റ്റ്. 9 നണ്ണ്, അതായത് നോൺ. 10 ഡക്ക്. ഇതാണ് വേർഡ് റൂട്ട്. അതിൻ്റെ കൂടെ AN ചേർത്ത ആൽക്കൈനായി, EN ചേർത്ത ആൽക്കീനായി ആൻഡ് YN ചേർത്ത ആൽക്കൈനായി. കേട്ടില്ലേ? ഇതാണ് വേർഡ് റൂട്ട്. ഇനി 100 കാർബൺ വരെ IUPAC അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. 11 ആണെങ്കിൽ അൺഡക്ക്. ഇവിടെ എഴുതുന്നുണ്ട് 11 എന്താ വിളിക്കുക? അൺഡക്ക്. 12 ഡോഡക്ക്. 13 ട്രൈഡക്ക്. ഇനി ടെട്രാഡക്ക്, പെൻറ്റാഡക്ക്, ഹെക്സാഡക്ക് അങ്ങനെ പോകും. പിന്നെ 20 കാർബൺ എന്നാൽ ഇക്കോസ് എന്ന് വിളിക്കുക. ICOS, ഇക്കോസ്. കേട്ടോ? ഇക്കോസ്. ഓക്കെ, ഇനി
അതേ സമയത്ത് ഇപ്പം 20 കഴിഞ്ഞ് 21 ഹെനിക്കോസ്, ഡോക്കോസ്, ട്രൈക്കോസ് അങ്ങനെ പോകും കേട്ടോ. അങ്ങനെ പോയിട്ട് ലാസ്റ്റിൽ ട്രയാക്കൊണ്ട് 30 ട്രയാക്കൊണ്ട് എന്ന് വിളിക്കും, 40 ടെട്രാക്കൊണ്ട്, 50 പെൻറ്റാക്കൊണ്ട് അങ്ങനെ പോകും കേട്ടോ. അങ്ങനെ പോയിട്ട് ലാസ്റ്റിൽ 100 ആകുമ്പോൾ സെൻറ്റ് അല്ലെങ്കിൽ സെൻറ്റെയിൻ എന്നാണ് 100 കാർബണുള്ള ഹൈഡ്രോ കാർബണിൻ്റെ പേരാണ്, ആൽക്കൈൻ്റെ പേരാണ് സെൻറ്റെയിൻ. ഓക്കെ അതില്ലേ, അപ്പോൾ സെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏത് 100 കാർബൺ വരെ IUPAC അംഗീകരിച്ചത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, യെസ്. ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല CnH2n+2 ആണ്. CnH2n+2. അപ്പോൾ മീഥേൻ എന്താ വരിക? CH4. Cn എന്ന് പറയുമ്പോൾ C1, H2n എന്ന് പറയുമ്പോൾ 2 × 1 +2 അപ്പോൾ 4 CH4. മീഥേൻ്റെ ഇതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ഇതാണ് 4H CH4. ഇതാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതാൻ വേണ്ടി വന്ന് ഇത് പേര് നെയിം ഓഫ് ആൽക്കെയിൻ, ഇത് ഫോർമുല, മോളിക്കുലാർ ഫോർമുല. ഓക്കെ, ഇത് അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇനി നമുക്ക് 2 സാധനങ്ങളോട് ചേർക്കാനുണ്ട്. കണ്ടൻസ്ഡ് ഫോർമുല, പിന്നെ ബോണ്ട് ലൈൻ ഫോർമുല. ഇത്രയും സാധനങ്ങൾ പരിചയപ്പെടുത്താനുണ്ട്. ഓക്കെ, അടുത്തത് ഈഥെയ്ൻ. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല C2H6. അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പം 2 കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ. ഈ കാർബണിന് ഒരു വാലൻസി കംപ്ലീറ്റ് ആയില്ലേ, ബാക്കി എത്ര വാലൻസി ഉണ്ട്? 3. അപ്പോൾ 3-ൽ H കൊടുക്കുക. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കാർബണിൻ്റെ കൂടെ എത്ര H ഉണ്ട്? 3H, അതാണ് CH3. പിന്നെ അതിന് ശേഷം എഗെയിൻ ഈ കാർബണിൽ 3H CH3. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ CH3 നേരിട്ടൊരു വര വരച്ചില്ലേ, ഈ വര ശരിക്കും ഏതിനോടാണ്? ഈ കാണുമ്പോൾ Hൻ്റെ കൂടെയല്ലേ കണക്ട് ചെയ്തിട്ടുള്ളത്, പക്ഷേ Hൻ്റെ കൂടെയല്ല, Cയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3 ചെയ്തു. അതെന്ത് ഫോർമുലയാണ്? കണ്ടൻസ്ഡ് ഫോർമുല. അതിന് ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറഞ്ഞത് ഇല്ല. എന്തുകൊണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്ത് പ്രൊപ്പെയിൻ ആകുമ്പോൾ C3H8 വരക്കാൻ നമുക്കറിയാം. 3 കാർബൺ വരക്കാം. എന്നിട്ടോ ഇവിടെ 3 വാലൻസി ബാക്കി, ഇവിടെ 2, ഇവിടെ 3. എല്ലാ വാലൻസിയിലും H കൊടുക്കുക. ഓക്കെ, കിട്ടിയില്ലേ? ഇനി അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്നാമത്തെ കാർബണിൽ എത്ര H ഉണ്ട്? 3H. രണ്ടാമത്തെ കാർബണിൽ എത്ര H ഉണ്ട്? 2. മൂന്നാമത്തെ കാർബണിൽ എത്ര H ഉണ്ട്? 3. ഇതാണ് പ്രൊപ്പെയിൻ. ഇനി അതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കാർബണിന് നമ്മൾ ഇങ്ങനെ ഞാൻ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇതാണ് ബോണ്ട് ലൈൻ ഫോർമുല. എന്താണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ എൻഡ് കണ്ടോ, ഇതൊരു കാർബണായി സങ്കല്പിക്കണം. ഈ ജംഗ്ഷൻ കണ്ടോ, ഈ മിഡിൽ ഈ 2 വരകൾ യോജിക്കുന്ന സ്ഥലം കണ്ടോ, ഈ കാർബൺ, അതൊരു കാർബണായി വിചാരിക്കുക. ഇതൊരു കാർബണായി വിചാരിക്കുക. ഈ രണ്ടും ഈ ടെർമിനൽ എന്ന് പറഞ്ഞാൽ എൻഡ് പൊസിഷൻ, അറ്റം, അത് കാർബണാണ് കേട്ടോ. ഈ ജംഗ്ഷനും കാർബണാണ്. ഈ കാർബണിന് ഒരു സിംഗിൾ ബോണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര H അവിടെ ഉണ്ടാവും? 3H. അത് അണ്ടർസ്റ്റുഡ് ആണ്, H എഴുതേണ്ട ആവശ്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം, അത് 3H ആണെന്ന്. അപ്പോൾ ഒരു വര മാത്രമാകുമ്പോൾ ബാക്കി 3 വാലൻസി ഉണ്ട്. 3 വാലൻസി ഉണ്ട്, 3H ഉണ്ടാവും. അപ്പോൾ ബാക്കി 3 വാലൻസി ഉണ്ട്, 3. അപ്പോൾ CH3. ഇതിന് 2 വരകളില്ലേ, ഇപ്പോൾ 2 വാലൻസി കംപ്ലീറ്റ് ആയി. അപ്പോൾ ബാക്കി എത്ര H ഉണ്ടാവും? 2H. അപ്പോൾ CH2. ഇനി ഈ കാർബണിൽ എത്ര? ഒറ്റ വരയിലേ ഉള്ളൂ. അപ്പോൾ CH3. അപ്പോൾ ഈ ടെർമിനൽ എപ്പോഴും CH3 ആയിരിക്കും. ടെർമിനൽ എന്ന് പറഞ്ഞാൽ എൻഡ്. മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾക്കിത് ഇതിങ്ങനെ വായിക്കുക. CH3, CH2, CH3 പഠിച്ചോ?
ഇനി അതേപോലെ ഇനി നിങ്ങൾക്ക് ഏത് ഒന്നാലും എഴുതാൻ പറ്റും, എന്നാലും ഒരെണ്ണം കൂടെ തന്നെ എഴുതാം. ബ്യൂട്ടെയിൻ. ബ്യൂട്ടെയിൻ്റെ ഫോർമുല C4H10 അല്ലേ? സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ യെസ് അതില്ലേ, ഈ കാർബണിൽ 3 വാലൻസി, ഇതിലോ 2, ഇതിലോ 2, ഇതിലോ 3. ഓക്കെ. ഇനി ഇത് H കണ്ടില്ലേ, H, ഇതിൽ അവസാനത്തേൽ 3H. ഇനി കണ്ടൻസ്ഡ് ഫോമിൽ നിങ്ങൾക്ക് തന്നെ വരക്കാം. ഫസ്റ്റ് കാർബൺ എന്താ? CH3 കണ്ടില്ലേ, C3 നോക്കുക, C3 CH2 CH2 CH3. അപ്പോൾ C3 CH2 CH2 CH3. കണ്ടൻസ്ഡ് ഫോമിൽ വരക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതാ ഇതല്ലേ പ്രൊപ്പെയിൻ, അതിനിവിടെ ഒന്നും കൂടെ എക്സ്ട്രാ ചേർത്താൽ മതി. ഇതാണ് ബ്യൂട്ടെയിൻ. പഠിച്ചോ? അപ്പോൾ CH3 CH2 CH2 CH3 തിരിച്ച് ഇവിടുന്ന് തുടങ്ങും ചെയ്യാൻ പറഞ്ഞാൽ ഇതാ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരക്കാം, കുഴപ്പമില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് മോളിക്കുലർ ഫോർമുല എന്നറിയാം, എന്താണ് കണ്ടൻസ്ഡ് ഫോർമുല എന്നറിയാം, എന്താണ് ബോണ്ട് ലൈൻ ഫോർമുല എന്നറിയാം. ശരിയല്ലേ? ഓക്കെ. ഒരു ക്വസ്റ്റൻ എഴുതിയേ. റൈറ്റ് ദി കണ്ടൻസ്ഡ് ഫോർമുല ആൻഡ് ബോണ്ട് ലൈൻ ഫോർമുല for hexane and octane. Hexane and octane. ഹെക്സൈൻ എഴുതുമ്പോൾ എത്ര കാർബൺ ഉണ്ട് ഹെക്സൈന്? 6 കാർബൺ. ഒന്ന് നോക്കണ്ട, ഫസ്റ്റ് കാർബൺ C3 അല്ലേ? C3. ഇനി ബാക്കിയെല്ലാം CH2 3 ആയില്ലേ? 4. ഇപ്പോൾ എത്രയായി? 1 2 3 4 5 CH2. അവസാനത്തെ എന്തായിരിക്കും? C3. ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ബോണ്ട് ലൈൻ ഫോർമുലയാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? 2, ഇത് 1 2 ആയില്ലേ? 3 4 5 6 കിട്ടിയോ? ഇതാണ് ഇത് കണ്ടൻസ്ഡ് ബോണ്ട് ലൈൻ ഫോർമുല. ഇനി ഒക്ടെയിൻ ആണെങ്കിൽ C3 സ്റ്റാർട്ട് ചെയ്യാം. C3 2 C3 ഉണ്ടാവും, 6 CH2 ഉണ്ടാവും, 8 എണ്ണം. അപ്പോൾ C3 CH2 ഇപ്പോൾ എത്രയായി? 1 2 3 4 ടോട്ടൽ 5 ആയി. 6 CH2 ആയി, 2 C3 കണ്ടില്ലേ? ടെർമിനൽ കാർബൺ. ഇനി എന്ത് ചെയ്യും? അതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല വരയ്ക്കുന്നെങ്കിൽ 2 ആയേ. 3 4 5 6 7 8 കിട്ടിയോ? ഇതാണ് അതിൻ്റെ എന്ത് ഫോർമുല? ബോണ്ട് ലൈൻ ഫോർമുല. ക്ലിയർ? യെസ്. ഇനി നമ്മൾ ഇതിൽ കൂടുതലായിട്ടുള്ള ഭാഗം നോമൻക്ലേച്ചറാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ ആദ്യം ഇപ്പം ഞാനിവിടെ ഒരു കോമ്പൗണ്ട് ഒരു സ്കെൽട്ടൺ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈ സ്കെൽട്ടൺ മാത്രം ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഈ സ്കെൽട്ടണിൽ ഇതൊരു കാർബണാണ്. ഇതിനോട് എത്ര കാർബൺ കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു കാർബൺ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു കാർബണിനോട് ഒരു കാർബൺ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അതിനെ പ്രൈമറി കാർബൺ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? പ്രൈമറി കാർബൺ. എല്ലാവരും നോട്ടിൽ എഴുതിയ പ്രൈമറി കാർബൺ. അതിനെ നമ്മൾ 1 ഡിഗ്രി നോക്കി ഞാൻ പ്രൈമറി കാർബൺ എന്ന് വായിക്കുക. കേട്ടോ? പ്രൈമറി കാർബൺ എഴുതുക. എ കാർബൺ ആറ്റം which is directly linked to only one carbon is called primary carbon. Only one carbon is called primary carbon. അപ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിലാവുന്നറിയോ? ഒരു തന്നിരിക്കുന്ന സ്ട്രക്ചറിൽ എൻഡിലുള്ള എല്ലാ കാർബണും പ്രൈമറി ആയിരിക്കും. മാത്രമല്ല നമ്മളതിന് H കൊടുക്കുമ്പോൾ ഇവിടെ ഒരു വരയല്ലേ ഉള്ളത്, ബാക്കി എത്ര H ഉണ്ട്? 3H. ഇവിടെ ഓക്കെ ഒരു വരയല്ലേ താഴോട്ടിൽ, അപ്പോൾ ഇവിടെ എത്ര H? 3H. ഇവിടെ നിങ്ങൾക്കറിയാലോ 3H ഉണ്ടാവും, ഇവിടെ 3H ഉണ്ടാവും, ഇവിടെ 3H ഉണ്ടാവും. അപ്പോൾ എൻഡ് കാർബൺ എല്ലാം പ്രൈമറി കാർബൺ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അൽക്കെയിൻ ആണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്താണ്? CH3 എന്ന് കണ്ടാൽ അത് എന്ത് കാർബൺ ആയിരിക്കും? പ്രൈമറി കാർബൺ. പഠിച്ചില്ലേ? ഇനി
അടുത്തത് ഞാൻ സെക്കൻഡറി പിന്നെ ടേഷ്യറി TERTIARY ടേഷ്യറി ആൻഡ് ക്വാട്ടേർണറി അല്ലേ ടേഷ്യറി ആൻഡ് ക്വാട്ടേർണറി കാർബൺ. അപ്പോൾ എന്താ എഴുതിയത്? സെക്കൻഡറി, ടേഷ്യറി ആൻഡ് ക്വാട്ടേർണറി കാർബൺ. ഒന്നുമില്ല, ഈ കാർബൺ എത്ര കാർബണായി കണക്ട് ചെയ്തിട്ടുണ്ട്? ഇങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇത് സെക്കൻഡറി, ഇത് ഇവിടെ ഇവിടെ ഇവിടെ, അപ്പോൾ അതെന്താണ്? ടേഷ്യറി. ഇതോ ഇവിടെ 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 ഇവിടെ, അപ്പോൾ എന്താണ്? ക്വാട്ടർണറി. പഠിച്ചില്ലേ? അപ്പോൾ എന്താ പ്രൈമറി സെക്കൻഡറി, ടേഷ്യറി ആൻഡ് ക്വാട്ടർണറി. 4 കാർബൺ ഉണ്ടാവില്ല, 4 ടൈപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എഴുതിക്കോ, എ കാർബൺ ആറ്റം which is directly linked to LINKED linked to 2, 3 and 4 carbon atoms. 2, 3 and 4 carbon atoms എഴുതിയോ? is called secondary, tertiary and quaternary carbon atoms. Secondary, tertiary and quaternary carbon atom respectively. എഴുതിയല്ലോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ കാർബൺ CH2 അല്ലേ വരിക? 2 വര, അപ്പോൾ CH2. ഇതിൽ 3 വരയില്ലേ, അപ്പോൾ CH. ഇതിൽ 4 വരയില്ലേ, അപ്പോൾ C. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടാൽ മനസ്സിലാവും വേഗം? CH2 കണ്ടാൽ സെക്കൻഡറി ആയിരിക്കും, CH കണ്ടാലോ ടേഷ്യറി, C ഇത് മാത്രം കണ്ടാലോ ക്വാട്ടർണറി. പഠിച്ചില്ലേ? അപ്പോൾ എത്ര ടൈപ്പ് കാർബൺ ആറ്റം ഉണ്ട്? പഠിച്ചല്ലോ. എത്ര ടൈപ്പ് കാർബൺ ആറ്റം ഉണ്ട്? 4 ടൈപ്പ്. പ്രൈമറി കാർബൺ, സെക്കൻഡറി കാർബൺ, ടേഷ്യറി കാർബൺ, ക്വാട്ടർണറി കാർബൺ. ഇനി നിങ്ങൾ ആർക്കും അറിയാത്തൊരു സാധനമാണ് മീഥേൻ എന്ന് പറയുമ്പോൾ CH4 അല്ലേ? അത് എത്ര കാർബണുമായി കണക്ട് ചെയ്തിട്ട് ചോദിച്ചാലോ? വേണേൽ വെറുതെ 1 എന്നും പറയും. ഒന്നുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. CH4 എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ, വേറെ കാർബണില്ല, ഒറ്റ കാർബണേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും അറിയോ? അതിന് നമ്മളൊരു പേര് വിളിക്കാറുണ്ട്, സൂപ്പർ പ്രൈമറി കാർബൺ. എന്താ വിളിക്കുക? സൂപ്പർ പ്രൈമറി കാർബൺ. ദി കാർബൺ ആറ്റം പ്രസന്റ് ഇൻ മീഥേൻ ഈസ് കോൾഡ് സൂപ്പർ പ്രൈമറി കാർബൺ. ഓക്കെ. ഇനി നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണെന്ന് അറിയണം. ആൽക്കൈൽ ഗ്രൂപ്പ് അതായത് ഇപ്പം മീഥേൻ്റെ ഫോമിൽ എന്താ? CH4. ഇതിൽ നിന്ന് ഞാൻ ഒരു എച്ചിനെ റിമൂവ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? C3. പക്ഷേ C3 എന്ന് മാത്രം എഴുതാൻ പാടില്ല, ഒരു എച്ച് പോയില്ലേ, അപ്പോൾ അവിടെ ആ വാലൻസി ഇൻകംപ്ലീറ്റ് ആയില്ലേ, ഫ്രീ ആയില്ലേ? ആ വരയെ നമ്മൾ ഫ്രീ വാലൻസി വിളിക്കും. എന്താ വിളിക്കുക? ഫ്രീ വാലൻസി. ഇതൊരു കോമ്പൗണ്ടാണ്, പക്ഷേ ഇതൊരു കോമ്പൗണ്ട് അല്ല, ഇത് ഒരു ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. എന്താണ്? ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. കാരണം കാർബണും 3 എച്ചും അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം, അല്ലാതെ ഒരു കോമ്പൗണ്ട് അല്ലല്ലോ. ഒരു വരയില്ലേ, ഫ്രീ വാലൻസിയില്ലേ, അതിന് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ആൽക്കൈൽ, ALKYL. അപ്പോൾ വാട്ട് ഈസ് എൻ ആൽക്കൈൽ ഗ്രൂപ്പ്? എൻ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം എൻ ആൽക്കെയിൻ. ഏഴിൽ ഉണ്ടാക്കുന്നത് ആൽക്കെയിൻ ബൈ ദി റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. എൻ ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് having a free valency. A group of atoms having a free valency. ആ വര കണ്ടില്ലേ? which is derived from an alkane by the removal of hydrogen atom. ഹൈഡ്രജൻ ആറ്റം പഠിച്ചില്ലേ? ഹൈഡ്രജൻ ആറ്റം. ഇത് മീഥേൻ, METHANE, മീഥേൻ.
ഇത് METHYL മീഥൈൽ. അപ്പോൾ ഏതാ വ്യത്യാസം? ANE എന്ന സ്ഥലത്ത് YL ആക്കി കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പായി. ക്ലിയർ ആയോ? ഓക്കെ. ഈതേൻ്റെ ഫോമിൽ എന്താ? ഇത് CH3C3 ഇതല്ലേ ഇത് C3C3. അപ്പോൾ നമുക്കറിയാം ഇതിൽ 2 പ്രൈമറി കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. എത്ര പ്രൈമറി കാർബൺ? 2 പ്രൈമറി കാർബൺ. ഇതിൽ നിന്ന് ഒരു H റിമൂവ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? H റിമൂവ് ചെയ്യുന്ന സംഭവം ശ്രദ്ധിക്കുക. ഞാൻ ഒരു C3 ആദ്യം എഴുതിയിട്ടുണ്ട്. അടുത്ത C3 ഞാൻ ബ്ലാക്ക് കളറിൽ എഴുതുന്നുണ്ട്. C3 ഉണ്ടോ? ഈ കാർബണും ഐഡൻറ്റിക്കലാണ്. എന്തുകൊണ്ട് ഐഡൻറ്റിക്കലാണ്? കാരണം ഇത് ഈ C3 ഒഴിവാക്കിയിട്ട് നോക്കിയേ, വായിച്ചേ എന്താണ് C3. ഈ C3 ഒഴിവാക്കി നോക്കിച്ചേ C3. അപ്പോൾ രണ്ടിൻ്റെയും സറൗണ്ടിങ് സെയിം അല്ലേ? അപ്പോൾ അത് ഐഡൻറ്റിക്കൽ കാർബണാണ്. ഇത് നമ്മൾ ഇതിൽ നിന്ന് H റിമൂവ് ചെയ്താലും ഇതിൽ നിന്ന് H റിമൂവ് ചെയ്താലും ഒരേ പോലെയാണ് കിട്ടുക. മനസ്സിലായോ? കാരണം അതിൽ 2 പ്രൈമറി കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടും സെയിം ആണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് H റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? യെസ് പറഞ്ഞേ, CH3 പിന്നെയോ പിന്നെ പറ CH2 സിംഗിൾ ബോണ്ട്. ഇതല്ലേ കിട്ടല്? സിംഗിൾ ബോണ്ട് ഇതാണേ. യെസ്, ഇതിൻ്റെ പേരെന്താ? ഈതൈൻ. അപ്പോൾ ഇതിൻ്റെ പേരോ ഈതൈൻ അല്ലേ? ഇനി നിങ്ങൾ CH3 CH2 സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? എത്ര കാർബൺ? 2 കാർബൺ. C2 3 2 5 H5 സിംഗിൾ ബോണ്ട്. കണ്ടോ? പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഇത് സെയിം തന്നെ. പക്ഷേ ഈ വര കണ്ടാൽ ഈ വരയുള്ള കാർബണിൽ 5 H ഉണ്ടെന്നൊന്നും പറയരുത് കേട്ടോ. ഈ വരയുള്ള കാർബണിൽ എത്ര H ആണ് ഉള്ളത്? 2 H. അത് 2 H ആണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതണ്ടേ? പക്ഷേ നമ്മൾ ചുരുക്കത്തിൽ ഇങ്ങനെ എഴുതും. മനസ്സിലായോ? ചുരുക്കത്തിൽ നമ്മൾ C2H5 സിംഗിൾ ബോണ്ട് എഴുതും. ഒരിക്കലും ആരും എന്ത് വിചാരിക്കരുത്, ആ വരയുള്ള കാർബണിൽ 5 H ഉണ്ടെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് C3CH2 സിംഗിൾ ബോണ്ട്, ഈഥൈൽ ഗ്രൂപ്പ്. ക്ലിയർ ആയോ? ഇതൊരു പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഈഥൈൽ ഗ്രൂപ്പ് ഒരു പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, വരയുള്ള ആ ഫ്രീ വാലൻസി എന്ന് പറയുന്ന വര, ആ വരയുള്ള കാർബണിൽ 2 H ഉണ്ടെങ്കിൽ അതിനെ പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. കേട്ടോ? മനസ്സിലായോ? ഏതൊരു ആൽക്കൈൽ ഗ്രൂപ്പിലും എന്താണ് പറയും, ഫ്രീ വാലൻസിയുള്ള കാർബണിൽ 2 H ഉണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കും? പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ C3CH2 സിംഗിൾ ബോണ്ട് എന്ന് പറയുന്ന ഈഥൈൽ ഗ്രൂപ്പ് എന്ത് ആൽക്കൈൽ ഗ്രൂപ്പാണ്? പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, ക്ലിയർ? ഇനി നിങ്ങൾ നോക്കുക, CH3 CH2 C3 ഇതേതാ ആൽക്കൈൻ? പ്രൊപ്പൈൻ. ഇതിൽ ഈ കാർബൺ ശ്രദ്ധിക്കുക, ഇത് പ്രൈമറി കാർബണാണ്. ഈ കാർബൺ ശ്രദ്ധിക്കുക, ഇത് പ്രൈമറി കാർബൺ. ഇത് രണ്ടും ഐഡൻറ്റിക്കൽ അല്ലേ? അത് എങ്ങനെ ഐഡൻറ്റിക്കൽ മനസ്സിലാവും? ഇത് ഒഴിവാക്കിയിട്ട് വായിച്ചേ CH2C3, ഇത് ഒഴിവാക്കി വായിച്ചേ CH2C3, സെയിം അല്ലേ? അപ്പോൾ ഐഡൻറ്റിക്കൽ. ഇത് CH2 സെക്കൻഡറി കാർബണാണ്. അപ്പോൾ ഇവിടെ 3 കാർബൺ ഉണ്ടെങ്കിലും എത്ര ടൈപ്പ് കാർബണേ ഉള്ളൂ? 2 ടൈപ്പ് കാർബണേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ടൈപ്പ് കാർബൺ ഉണ്ട്, പക്ഷേ ഇത് തന്നെ ഒറ്റ ടൈപ്പ് കാർബൺ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് H റിമൂവ് ചെയ്യുന്നത് ഏത് കാർബണിൽ നിന്നാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് 2 ടൈപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വരക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം ഇതിൽ നിന്ന് ഒരു Hനെ റിമൂവ് ചെയ്യുന്നു, -H റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? പറഞ്ഞേ, CH3 CH2 CH3 അല്ലേ ഉള്ളത്? അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് പറയാം? CH3 CH2 CH2 സിംഗിൾ ബോണ്ട്, ഇങ്ങനൊരു ഗ്രൂപ്പ് കിട്ടും. മനസ്സിലായോ? അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് H പോയാൽ CH3 CH സിംഗിൾ ബോണ്ട് CH3, കണ്ടില്ലേ? ഇത് കിട്ടും. ഇനി ആ പ്രൈമറി കാർബണിൽ H റിമൂവ് ചെയ്ത ഗ്രൂപ്പിനെ നമ്മൾ നോർമൽ പ്രൊപ്പൈൽ എന്ന അർത്ഥത്തിൽ N പ്രൊപ്പൈൽ എഴുതും. ശരിക്കും മുഴുവൻ വാക്ക് എന്താണ്? നോർമൽ പ്രൊപ്പൈൽ. ഈ നോർമൽ പ്രൊപ്പൈലിന് നമ്മൾ എഴുതുമ്പോൾ N പ്രൊപ്പൈൽ എഴുതിയാൽ മതി. N പ്രൊപ്പൈൽ. ഈ സെക്കൻഡറി കാർബൺ H റിമൂവ് ചെയ്ത് കിട്ടിയ ഗ്രൂപ്പില്ലേ, ഇതിനെ നമ്മൾ ഐസോ പ്രൊപ്പൈൽ എന്ന് വിളിക്കും. ഓരോ പേരാണ്, കോമൺ നെയിമാണ് ഐസോ പ്രൊപ്പൈൽ. കിട്ടിയില്ലേ?
നോർമൽ പ്രൊപ്പൈൽ, ഐസോപ്രൊപ്പൈൽ. ക്ലിയർ? ഇനി അങ്ങനെയാണെങ്കിലേ നോർമൽ പ്രൊപ്പൈൽ, ഐസോപ്രൊപ്പൈൽ. ഈ ഐസോപ്രൊപ്പൈലിനെ വേണമെങ്കിൽ ഈ നോർമൽ പ്രൊപ്പൈലിനെയും ഐസോപ്രൊപ്പൈലിനെയും കുറച്ചും കൂടെ ചുരുക്കത്തിലാക്കാം. ഈ ഏത് ഗ്രൂപ്പിൻ്റെയും ഫ്രീ വാലൻസിയുള്ള കാർബണിൽ എച്ചിന് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇവിടെ ഫ്രീ വാലൻസിയുള്ള കാർബൺ എത്ര എച്ച് ഉണ്ട്? 2. അപ്പോൾ ഇത് പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇനി ബാക്കി ഈ C3CH2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് ഫോമിൽ എന്ത് എഴുതാം? C2H5 എന്ന് എഴുതാം. അപ്പോൾ C2H5 CH2 സിംഗിൾ ബോണ്ട് എന്ന് എഴുതി കഴിഞ്ഞാലും ഏത് തന്നെയാണ്? നോർമൽ പ്രൊപ്പൈൽ തന്നെയാണ്. ഇനി അതേ സമയത്ത് CH3CH സിംഗിൾ ബോണ്ട് C3 അല്ലേ ഇത്? ഈ വര മുകളിലായാലും താഴെയായാലും കുഴപ്പമില്ല കേട്ടോ. അതിൽ ആ CHലല്ലേ ഒരു വരയുള്ളത്? വര. ഇനി ആ വര അങ്ങോട്ട് എഴുതിയാൽ ഇനി എത്ര C3 ഉണ്ട്? 2. അപ്പോൾ ഞാൻ 2 C3 അതിനെ കൂടെ കണക്ട് ചെയ്ത് എഴുതിയേ ഉള്ളൂ. ഇങ്ങനെ എഴുതാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചുരുക്കത്തിലാക്കാൻ CH സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളത്? ആ CH സിംഗിൾ ബോണ്ടിൻ്റെ കൂടെ 2 C3 ഇല്ലേ? അപ്പോൾ ട്വൈസ് C3 ട്വൈസ് CH സിംഗിൾ ബോണ്ട് എന്ന് എഴുതാം. ഇതൊക്കെ ഏതിന് എഴുതുന്ന മെത്തഡാണ്? ഐസോപ്രൊപ്പൈലിന് എഴുതുന്ന മെത്തഡാണ്. ക്ലിയർ ആയോ? ക്ലിയർ? അപ്പോൾ നോർമൽ പ്രൊപ്പൈലും ഐസോപ്രൊപ്പൈലും. അതിൽ ഐസോപ്രൊപ്പൈൽ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. എന്തുകൊണ്ട് ഐസോപ്രൊപ്പൈൽ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പാണ്? ഐസോപ്രൊപ്പൈലിൽ ഫ്രീ വാലൻസി ഉള്ള കാർബണിൽ എത്ര എച്ച് ഉള്ളൂ? 1 എച്ച് ഉള്ളൂ. മനസ്സിലായോ? ഐസോപ്രൊപ്പൈലിൽ ഫ്രീ വാലൻസി ഉള്ള കാർബണിൽ എത്ര എച്ച് മാത്രമേ ഉള്ളൂ? 1 എച്ച് മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഇനി 4 കാർബണുള്ള ഒരു ആൽക്കൈൻ ഞാൻ എഴുതുന്നത്. 4 കാർബണുള്ള ആൽക്കൈൻ എന്ന് പറയുമ്പോൾ C3CH2 CH2 C3CH2 CH2 C3 4 കാർബൺ ഇങ്ങനെ എഴുതാം. അതുമല്ല എങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് ഒരു കാർബൺ മിഡിലാക്കി എഴുതാം. മനസ്സിലായോ? അതായത് 4 കാർബൺ 1 2 3 4 ഇങ്ങനെ എഴുതാം. പിന്നെ അടുത്ത് 1 2 3 എന്ന് എഴുതിയിട്ട് ബാക്കി വരുന്ന ഒരു കാർബൺ മിഡിൽ എഴുതാം. എൻഡിൽ കൊടുത്തൊരു കാര്യമില്ല, അത് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ മിഡിൽ കൊടുക്കുക. ഇങ്ങനെ ഈ 2 സ്കെൽട്ടൺ ആണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ഇനി ഇതും കൂടെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഈ സമയത്ത് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കിട്ടില്ലേ? ഓക്കെ, നോക്കുക. ഇതിൽ ഞാനിവിടെ റൗണ്ട് ചെയ്ത കാർബൺ ശ്രദ്ധിക്കുക. ഇത് രണ്ടും സെയിം ആണ്, ഐഡൻറ്റിക്കലാണ്. പ്രൈമറി കാർബണാണ്, ഐഡൻറ്റിക്കലാണ്. ശരിയല്ലേ? ഇനി നോക്കുക. അതേപോലെ തന്നെ ഈ 2 കാർബണും ഐഡൻറ്റിക്കലാണ്. കണ്ടില്ലേ? ഈ 2 ഐഡൻറ്റിക്കലാണ്. പഠിച്ചോ? അപ്പോൾ ടോട്ടൽ 4 കാർബൺ ഉണ്ടെങ്കിലും എത്ര ടൈപ്പ് കാർബണല്ലേ? 2 ടൈപ്പ്. ഇനി ഒരെണ്ണം ഇവിടുന്ന് റിമൂവ് ചെയ്യാം, ഒരെണ്ണം ഇവിടുന്ന് റിമൂവ് ചെയ്യാം. മനസ്സിലായോ? മറ്റേത് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? പറഞ്ഞേ. ഇതിൽ നിന്ന് H റിമൂവ് ചെയ്താൽ എന്തൊക്കെ കിട്ടും? പറയും. CH3 CH2 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 സിംഗിൾ ബോണ്ട് കിട്ടിയില്ലേ? ഇതിൽ നിന്ന് H റിമൂവ് ചെയ്താലോ? ഇവിടുന്ന് റിമൂവ് ചെയ്താൽ CH3 CH2 CH സിംഗിൾ ബോണ്ട് CH3 കിട്ടിയോ? ഇനി പേര് ഒരുമിച്ച് പറഞ്ഞുതരാം. ഇവിടെ നോക്ക്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതും സെയിം ആണ്. എങ്ങനെ മനസ്സിലാവും? ഇത് C3 ഒഴിവാക്കി വായിച്ചേ, ബാക്കി വായിച്ചേ. CH C3 C3 കറക്റ്റ്. ഇനി ഇത് ഒഴിവാക്കി വായിച്ചേ. CH C3 C3 ഇത് ഒഴിവാക്കി വായിച്ചേ. CH C3 C3 ഉണ്ടല്ലേ? അപ്പോൾ സെയിം ആണ്. ഇനി ഇത് ഡിഫറെൻ്റ് ആണ്, എല്ലാവർക്കും അറിയാലോ. ഇത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് 2 ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ആ ആൽക്കൈൽ ഗ്രൂപ്പ് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇവിടുന്ന് -H എഴുതുന്നുണ്ട്. ഓക്കെ. CH3 CH3 ദെൻ വാട്ട്? ഇവിടെ H അല്ലേ? H CH3 CH2 സിംഗിൾ ബോണ്ട് 1. അടുത്ത് പറഞ്ഞേ. CH3 C ഇവിടെ CH3 ഇവിടെ H നിന്ന് ഒരു H ഈ CH നിന്ന് H പോയി. അപ്പോൾ CH3 രണ്ടെണ്ണം കിട്ടും. നേരെ ആ ഗ്രൂപ്പിൻ്റെ പേരങ്ങ് പഠിക്കുക കേട്ടോ. നോർമൽ ഗ്രൂപ്പാണ്. നോർമൽ ഗ്രൂപ്പിന് പേര് കൊടുക്കുന്ന മെത്തേഡൊക്കെ ഉണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നിങ്ങളിപ്പം ചെയ്യേണ്ടത് ഈ ഗ്രൂപ്പിൻ്റെ പേര് നോർമൽ ബ്യൂട്ടൈൽ, അത് N ബ്യൂട്ടൈൽ നേടും. ഇത് സെക്കൻഡറി ബ്യൂട്ടൈലിൻ്റെ അർത്ഥത്തിൽ SEC എന്നിട്ടൊരു കുത്തിടും. എന്നിട്ട് ബ്യൂട്ടൈൽ SEC ബ്യൂട്ടൈൽ, സെക്കൻഡറി ബ്യൂട്ടൈൽ. ഇത് ഐസോപ്രൊപ്പൈൽ അല്ല, ഐസോബ്യൂട്ടൈൽ. ബ്യൂട്ടൈൽ അപകാരം 4 കാർബൺ.
ഐസോബ്യൂട്ടൈൽ. ഇത് ടേഷ്യറി ബ്യൂട്ടൈൽ. ടേഷ്യറി ബ്യൂട്ടൈൽ, TR ഒരു ഡോട്ട് ഇട്ടിട്ട് ബ്യൂട്ടൈൽ നൽകുക കേട്ടോ. TR ഡോട്ട് ഇട്ടിട്ട് ബ്യൂട്ടൈൽ. ഐസോ അതിന് ഇത് വേണ്ട, കുത്ത് വേണ്ട, ഐസോ വൺ വേർഡ് ആണ്. ഓക്കെ, ഇത് വൺ വേർഡ് അല്ലാത്തതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ടേഷ്യറി TR കുത്ത് ബ്യൂട്ടൈൽ തീർത്ത്. പഠിച്ചോ? ഡോട്ട് ബ്യൂട്ടൈൽ പഠിച്ചോ? ടേഷ്യറി ബ്യൂട്ടൈൽ. ഇനി നിങ്ങളോട് ജസ്റ്റ് ഒരു ഐഡിയ കൂടെ പറയാനുണ്ട്, നോക്കുക. ഇതിന് കുഴപ്പമില്ല, ഇതിനെ ഇനി അതേ ഷോർട്ട് ഫോം ആക്കുകയൊന്നും വേണ്ട, ഇതിനെ വേണമെങ്കിൽ ഷോർട്ട് ഫോം ആക്കാം. എങ്ങനെയാ? ഈ ഗ്രൂപ്പിന് സെക്കൻഡറി ബ്യൂട്ടൈലിൻ്റെ ഷോർട്ട് ഫോം CH എന്നിട്ട് വരക്കുക. പിന്നെ ഈ CH ഉണ്ട്, ഈ CH, ഈ സ്റ്റാർട്ട് കാർബൺ, അതിന് ഇപ്പുറത്തെ ഭാഗത്ത് ഈതയിലുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് മീതയിലുണ്ട്. അപ്പോൾ എവിടെ വേണം എഴുതാം, ഇത് ഈതയിൽ, ഇതോ മീതയിൽ ഉണ്ടോ, ഇത് ഷോർട്ട് ഫോമിൽ എഴുതാം. ഇനി ഇതിന് ഷോർട്ട് ഫോമിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം. നോക്കി, ഐസോബ്യൂട്ടൈലിൽ എങ്ങനെ ഷോർട്ട് ഫോം എഴുതാം? ഈ CH ഉണ്ടോ, ഈ സ്റ്റാർട്ട് കാർബൺ CH ഉണ്ടോ, CH, അതിൻ്റെ കൂടെ 2 C3 ഇല്ലേ, ഇപ്പോൾ C3 ട്വൈസ് CH ഉണ്ടോ, C3 ട്വൈസ് CH. ഇനി അതിൻ്റെ കൂടെ എന്താ ഉള്ളത്? CH2, ഇപ്പോൾ CH2. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി ഇത് ഈ സ്റ്റാർട്ട് കാർബൺ നോക്കിയേ, അതിൽ വര, ആ കാർബണിൽ വരയിടുക. ഇനി ആ വരയുള്ള കാർബണിൽ എത്ര C3 ഉണ്ട്? 1 2 3, 1 2 3, അപ്പോൾ എത്ര? C3 ത്രൈസ് C. പഠിച്ചോ? അങ്ങനെ ടേഷ്യറി ബ്യൂട്ടൈൽ എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഇനി അതിൽ പിന്നെ ഇത് N ബ്യൂട്ടൈൽ പ്രൈമറിയാണ്. എല്ലാ നോർമൽ ആൽക്കൈലും പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഐസോ ആൽക്കൈലിൽ ഐസോപ്രൊപ്പൈൽ മാത്രം സെക്കൻഡറി, ബാക്കി എല്ലാ ഐസോ ആൽക്കൈലും ടേഷ്യറി ആയിരിക്കും, പ്രൈമറി ആയിരിക്കും. നോക്കി, ഇത് ഐസോ ബ്യൂട്ടൈൽ അല്ലേ, പ്രൈമറി. ഐസോ ബ്യൂട്ടൈൽ പ്രൈമറിയാണ് കേട്ടോ. ഐസോപ്രൊപ്പൈൽ നേരത്തെ എന്തായിരുന്നു? സെക്കൻഡറി. അപ്പോൾ ഇത് ഏതാണ്? പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ്, ഐസോ ബ്യൂട്ടൈൽ. കേട്ടില്ലേ? ഇനി അതേപോലെ തന്നെ സെക്കൻഡറി ആൽക്കൈൽ എന്ന് പറഞ്ഞാൽ എല്ലാം സെക്കൻഡറി ആയിരിക്കും. ഇത് സെക്കൻഡറി, അപ്പോൾ സെക്കൻഡറി ബ്യൂട്ടൈൽ എന്തായിരിക്കും? സെക്കൻഡറി. ടേഷ്യറി ആൽക്കൈൽ എപ്പോഴും ടേഷ്യറി ആയിരിക്കും. അപ്പോൾ ടേഷ്യറി ബ്യൂട്ടൈൽ എന്താണ്? ടേഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ്. ക്ലിയർ ആയില്ലേ? യെസ്. ഇനി നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണെന്ന് പഠിച്ചല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റിൽ IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. IUPAC നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിലെ നമ്മൾ ആദ്യം ആൽക്കൈൻസിൻ്റെ നെയിമിംഗാണ് പഠിക്കുന്നത്. കിട്ടില്ലേ? ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ഈ കെമിസ്ട്രിയിലെ ഈ പിന്നെ കോമ്പൗണ്ടിനെ നെയിം ചെയ്യാനുള്ള ഒരു ആധികാരികമായിട്ടുള്ള സംഘടനയാണിത്. അപ്പോൾ ഇതിൻ്റെ റൂള് പ്രകാരം എങ്ങനെ ആൽക്കൈൻസ് നെയിം ചെയ്യാം, പേരിടാം, ആൽക്കൈൻസിന് പേരിടാം, നാം പഠിക്കേണ്ട ആദ്യം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോർഡിൽ വരയ്ക്കുന്ന കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. യെസ്, ഞാൻ വരച്ച കോമ്പൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പറയുന്ന സമയത്ത് തന്നെ വരക്കുക. CH3 CH2 CH3 CH3 കണ്ടില്ലേ? അപ്പോൾ ഈ കോമ്പൗണ്ടിൽ നിങ്ങൾ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. പക്ഷേ ഈ 5 കാർബണിനെ നമുക്ക് ഒറ്റ ചെയിനിൽ പെടുത്താൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഇങ്ങനെയല്ലേ ഒരു ചെയിൻ ഉണ്ടാവുക. ഈ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. ഇതിൽ കൂടുതൽ കാർബൺ ചെയിൻ ഉണ്ടാവുമോ? ഇല്ല. വേണമെങ്കിൽ ഇതാ 1 2 3 4 ഇങ്ങനെ ഒരു ചെയിനും വിചാരിക്കാം. പക്ഷേ ആ 2 ചെയിനും സെയിം ആണ്. എന്ന് വെച്ചാൽ ഇതാണ് ചെയിനെങ്കിൽ ഇവിടെ അവശേഷിക്കുന്ന ഗ്രൂപ്പ് ഈ CH3 ആണ്. ഇതാണ് ചെയിനെങ്കിൽ ഇവിടെ അവശേഷിക്കുന്ന ഗ്രൂപ്പ് ഈ CH3 ആണ്. 2 സെയിം അല്ലേ? അതുകൊണ്ട് അത് ഒരേ ടൈപ്പ് ആയതുകൊണ്ട് രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ചെയിൻ വരുന്ന ഇതാണ് C3 CH CH3, അതായത് ഇങ്ങനെ ചെയിൻ. അതിലെത്ര കാർബണേ ഉള്ളൂ? 3. പക്ഷേ 4 കാർബണുള്ള ചെയിനും വന്നു, 3 കാർബണുള്ള ചെയിനും വന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 4 കാർബണുള്ള ചെയിനാണ് പാരൻ്റ് ചെയിനായിട്ട് എടുക്കേണ്ടത്. പാരൻ്റ് ചെയിൻ എന്ന് പറയും, പാരൻ്റ് ചെയിൻ. മനസ്സിലായോ? അപ്പോൾ ദി കാർബൺ ചെയിൻ വിച്ച് കണ്ടെയ്ൻസ് ലാർജസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഈസ് കോൾഡ് പാരൻ്റ് ചെയിൻ. പഠിച്ചില്ലേ? ദി കാർബൺ ചെയിൻ വിച്ച് കണ്ടെയ്ൻസ് ലാർജസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഈസ് കോൾഡ് പാരൻ്റ് ചെയിൻ. പഠിച്ചില്ലേ? ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റമുള്ള ചെയിനിനെ പാരൻ്റ് ചെയിൻ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഈ ചെയിൻ എടുത്ത് കേട്ടോ, ആ ചെയിൻ എടുത്താൽ ആ ചെയിനിൽ വരാത്ത ഗ്രൂപ്പ് ഏതാ? ആ ചെയിനിൽ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാ? ഇതല്ലേ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക? ഈ ഗ്രൂപ്പിനെ CH3 അല്ലേ? CH3. ഈ ഗ്രൂപ്പ് ചെയിനിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോമ്പൗണ്ട്സിനെ
ഈ കാർബൺ ചെയിൻ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഞാൻ ഈ ഡയറക്ഷനിൽ 1 2 3 4 ഈ ഡയറക്ഷനിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്പർ ചെയ്തെങ്കിൽ ഈ ചെയിൻ ഇല്ലാത്ത ഗ്രൂപ്പായ CH3 കണക്ട് ചെയ്യുന്ന കാർബണിൻ്റെ നമ്പർ എത്ര? 3. ഇനി അതേ ചെയിൻ ഒന്നുകൂടി ഞാൻ എഴുതി കാട്ടിത്തരാം. CH3 CH2 CH3 ഉണ്ടല്ലേ, CH3. ഇതേ ചെയിനിനെ ഞാൻ നമ്പർ ചെയ്യുന്നു. നമ്പർ ചെയ്യുന്നത് വലതുനിന്ന് ഇടത്തോട്ട് 1 2 3 4 ഇങ്ങനെ നമ്പർ ചെയ്യുന്നതെങ്കിൽ ഈ CH3 കണക്ട് ചെയ്യുന്ന കാർബണിൻ്റെ നമ്പർ എത്ര? CH3 കണക്ട് ചെയ്യുന്ന കാർബണിൻ്റെ നമ്പർ 2 അല്ലേ? അപ്പോൾ ഏതാ ചെറുത്? 2 അല്ലേ ചെറുത്? അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്പർ ചെയ്യേണ്ടത്. കേട്ടോ? യെസ്. അപ്പോൾ ആദ്യം പാരന്റ് ചെയിൻ സെലക്ട് ചെയ്തില്ലേ? സെലക്ട് ദി കാർബൺ ചെയിൻ കണ്ടെയ്നിങ് ലാർജസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ശരിയല്ലേ? സെലക്ട് ദി കാർബൺ ചെയിൻ കണ്ടെയ്നിങ് ലാർജസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആസ് പാരന്റ് ചെയിൻ. പാരന്റ് ചെയിൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ദി കാർബൺ ചെയിൻ ക്യാൻ ബി നമ്പേർഡ് ഐദർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അല്ലേ? എങ്ങനെ വേണമെങ്കിൽ നമ്പർ ചെയ്യാം. so that the carbon carrying this substituent group, the carbon carrying the substituent group എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഗ്രൂപ്പ്, ഹൈഡ്രജന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഗ്രൂപ്പ്. മനസ്സിലായി? ഹൈഡ്രജൻ ആയത്തിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ CH3 ഒഴിവാക്കിയിട്ട് H കൊടുത്തൊക്കെ C3 CH2 CH2 C3 ബ്യൂട്ടൈനായി. അപ്പോൾ ബ്യൂട്ടൈനിലെ Hന് പകരം മീഥൈൽ ഗ്രൂപ്പ് എന്ന കോമ്പൗണ്ടാണിത്. മനസ്സിലായോ? അതുകൊണ്ട് അതിനെന്ത് വിളിക്കും? സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പ്. സബ്സ്റ്റിറ്റ്യൂവൻ്റ് പഠിച്ചില്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഗ്രൂപ്പ് എന്നർത്ഥം ഹൈഡ്രജന് പകരം. അപ്പോൾ സോ ദാറ്റ് വി വിൽ ഗെറ്റ് ലോവസ്റ്റ് നമ്പർ ടു ദി കാർബൺ ക്യാരിയിങ് ദി സബ്സ്റ്റിറ്റ്യൂവൻ്റ്. കിട്ടില്ലേ? എന്താണ്? ദി കാർബൺ ചെയിൻ ക്യാൻ ബി നമ്പേർഡ് ഐദർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് so that we will get lowest number to the carbon carrying the substituent. Lowest number to the carbon carrying the substituent. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്പർ ചെയ്തു. അപ്പോൾ ഏതാ നമ്മൾ സെലക്ട് ചെയ്ത ചെയിൻ? ഇത് രണ്ട് ചെയിൻ തന്നെ, പക്ഷേ ഇതെടുക്കില്ല, ഇതെടുക്കും. മനസ്സിലായോ? അങ്ങനെ നമ്പർ ചെയ്തു. നമ്പർ ചെയ്താൽ ആ നമ്പർ 2 ഇല്ലേ, 2 ആ 2 എന്ന് എഴുതുക. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ലോക്കൻ്റ്. ഏത് നമ്പറിലാണോ അത് ലൊക്കേറ്റ് ചെയ്തിട്ട് അതിന് ലോക്കൻ്റ് എന്ന് വിളിക്കും. കേട്ടോ? ആ 2 എന്ന് എഴുതുക. ഒരു ഹൈഫൺ ഇട്ടിട്ട് ആ ഗ്രൂപ്പിൻ്റെ പേര് എഴുതുക. മീഥൈൽ അല്ലേ പേര്? ഇനി എത്ര കാർബൺ ഉണ്ട് മൊത്തം? 4 കാർബൺ അലക്കിൻ്റെ പേരെന്താണ്? ബ്യൂട്ടൈൻ എന്ന് എഴുതുമ്പോൾ ഈ ബി എന്നുള്ളത് സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ എന്ത് വേണം എഴുതാം. പക്ഷേ എൽ കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ബി ആയിരിക്കണം. സ്പേസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ 2-methyl butane ഇതൊരു സിംപ്ലസ്റ്റ് കോമ്പൗണ്ടാണ്. 2-methyl butane. ക്ലിയർ ആയല്ലോ അല്ലേ? ഞാൻ പറയുന്ന അതേ ഓർഡറിൽ പഠിക്കുക. റൂളൊന്നും പഠിക്കണ്ട. ആ ഓർഡറിൽ ഈ കോമ്പൗണ്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഏത് വന്നാലും ചെയ്യാൻ പറ്റും. കേട്ടോ? അപ്പോൾ 2-methyl butane. ഓക്കെ. ഇനി അതുപോലുള്ളൊരു കോമ്പൗണ്ട് ഞാൻ തന്നാലേ, ഇപ്പോൾ നോക്കിയേ, CH3 CH2 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 CH3 CH3 കണ്ടില്ലേ? ഇതിൽ ഞാൻ ഈ കാർബൺ ചെയിൻ എണ്ണുന്നേ ഉള്ളൂ. നോക്കുക, 1 2 3 4 5 5 കാർബൺ. 5ൽ കൂടുതൽ വരില്ല. 1 2 3 4 5 അത് രണ്ട് സെയിം ആണ്. പിന്നെ ഇത് 1 2 3. മനസ്സിലായോ? അപ്പോൾ 5 കാർബൺ ചെയിൻ. ആ ചെയിനിൽ ഞാൻ നമ്പർ ചെയ്ത് തരാം. നോക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1 2. അപ്പോൾ ആ മീഥൈൽ ഗ്രൂപ്പുള്ള കാർബണിൻ്റെ നമ്പർ എത്ര കിട്ടും? 2. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് വെറുതെ നമ്പർ ചെയ്ത് നോക്കിയേ, 1 2 3 4 എത്ര? 4 5. അപ്പോൾ 4 അല്ലേ വരുക? ചെറുത് 2 ആണോ ചെറുത് 4 ആണോ ചെറുത്? 2. അപ്പോൾ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? 2-methyl എന്താണ്? പെൻറ്റെയ്ൻ. 2-methyl പെൻറ്റെയ്ൻ. ക്ലിയർ ആയില്ലേ? 2-methyl പെൻറ്റെയ്ൻ പഠിച്ചോ? 2-methyl പെൻറ്റെയ്ൻ. ക്ലിയർ ആയോ? ശരിയല്ലേ? ഒന്നാമത്തെ റൂൾ പഠിച്ചല്ലോ, 2-methyl പെൻറ്റെയ്ൻ. ഓക്കെ. ഇനി 2-methyl പെൻറ്റെയ്ൻ ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇനി നെക്സ്റ്റ് നോക്കുക. അടുത്തൊരു കോമ്പൗണ്ട് നോക്കേ, എല്ലാവരും എഴുതിക്കോ. C3
CH2 CH CH3 then CH CH3 C3 ഇതില്ലേ. അപ്പോൾ ഈ കോമ്പൗണ്ടിലെ എത്ര കാർബൺ ഉണ്ടാവും ചെയിനിൽ? ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ വേഗം പറയാൻ പറ്റും. 1 2 3 4 5 5ൽ കൂടുതൽ കാർബൺ ചെയിനിൽ വരില്ലല്ലോ, ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കാർബൺ ചെയിനിനെ ഒന്ന് വെറുതെ ചെയിൻ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എക്സാമിന്. അപ്പോൾ വരച്ചു. ഇനി ഇതിന് ഇങ്ങോട്ട് നമ്പർ ചെയ്തപ്പോൾ 1 2 3 4 5, അതായത് ഏതെല്ലാം ചെയിനിലില്ല? CH3, ഈ CH3 ചെയിനിലില്ല, ഈ CH3 ചെയിനിലില്ല. ആ നമ്പർ ഇങ്ങോട്ട് നമ്പർ ചെയ്ത സമയത്ത് ഇത് നമ്പർ വന്ന് 2, ഇത് നമ്പർ വന്ന് 3. അപ്പോൾ ആ 2 നമ്പർ വന്നുകൊണ്ട് ആ 2 നമ്പറും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 2 + 3 എത്ര? 5. ഇനി ഇങ്ങോട്ടാണ് നമ്പർ ചെയ്യുന്നതെങ്കിൽ 1 2 3, ഇത് 3 അല്ലേ? 3 4, അപ്പോൾ 3 4, അപ്പോൾ 3 4 എത്ര? 7. ഈ ഡയറക്ഷനാണ് നമ്പർ ചെയ്തെങ്കിൽ 3ഉം ഈ 4ഉം കൂട്ടുക 7. ഏതാ ചെറുത്? 5 ആണോ ചെറുത് 7 ആണോ ചെറുത്? 5. അപ്പോൾ ആ സൈഡിൽ നമ്പർ ചെയ്യാം. പഠിച്ചോ? അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുക. ഇതിന് നമ്മൾ ലോവസ്റ്റ് സം റൂൾ എന്നൊക്കെ പറയും. ലോവസ്റ്റ് സം റൂൾ. അപ്പോൾ എന്താണ്? ഒന്നുമില്ല, ഇങ്ങനെ ഓർച്ചാൽ ഒരു കാർബൺ ചെയിനിനെ ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുക, വലത്തുനിന്ന് ഇടത്തോട്ട് നമ്പർ ചെയ്യുക. എന്നിട്ട് ഒന്നിൽ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ നമ്പർ ആ ഗ്രൂപ്പുകൾ കണക്ട് ചെയ്യുന്ന കാർബണിൻ്റെ നമ്പറുകൾ കൂട്ടിയതിന് ശേഷം ചെറുത് ഏതാ കിട്ടുന്നത് ആ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുക. പഠിച്ചോ? ക്ലിയർ ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പറിങ് ഫിക്സ് ആക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മീതയിലാണ്, ഇത് മീതയിലല്ലേ? അപ്പോൾ ഒരേ ഗ്രൂപ്പ് 2 തവണ ഉണ്ടെങ്കിൽ ഡൈ എന്ന് ചേർക്കണം അതിന് മുമ്പായിട്ട്. അപ്പോൾ മീതയിൽ തന്നെ അത് എന്ത് മീതയിൽ? ഡൈ മീതയിൽ. 3 ഉണ്ടെങ്കിലോ ട്രൈ മീതയിൽ, 4 ഉണ്ടെങ്കിലോ ടെട്രാ മീതയിൽ. പക്ഷേ നമ്പർ രണ്ടും വേറെ വേറെ ആയതുകൊണ്ട് ഇത് 2 ഇത് 3 അല്ലേ? അപ്പോൾ 2,3 2,3. ഇനി എത്ര മീതയിൽ? 2. അപ്പോൾ ഡൈ മീതയിൽ 2 3 ഡൈ മീതയിൽ. ഇനി എത്ര കാർബൺ ഉണ്ട് ടോട്ടൽ? 5. അപ്പോൾ 5 കാർബൺ ആൾക്കിൻ്റെ പേര് പെൻറ്റെയ്ൻ. ഞാൻ പറഞ്ഞു പെൻറ്റെയ്ൻ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററോ ഏത് സ്മോൾ ലെറ്ററോ ഒന്നും പ്രശ്നമല്ല. പക്ഷേ എന്ത് ചെയ്യണം? അതിനിടയിൽ സ്പേസ് ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ 2 3 ഡൈമീഥൈൽ പെൻറ്റെയ്ൻ. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ 2 3 ഡൈമീഥൈൽ പെൻറ്റെയ്ൻ. റൂൾ ക്ലിയർ ആയല്ലോ? യെസ്. ഇനി വേറൊരു കോമ്പൗണ്ട് നോക്കുക. C3 CH2 then what? CH വേണ്ട CH3 C3 then C3. ഇതാണ് കോമ്പൗണ്ട് ചെയ്യുക. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ചെയിനിൽ വരും? 1 2 3 4 4 കാർബൺ ചെയിനിൽ വരുമല്ലോ. പിന്നെ ചെയിൻ വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിനെ നമ്പർ ചെയ്താൽ എന്താ വരിക? ഈ സൈഡിൽ നിന്നാണ് നമ്പർ ചെയ്തെങ്കിൽ ഇത് 1 എത്ര? 2 3 4. ഏതെല്ലാം ഗ്രൂപ്പുകൾ ചെയിനിലില്ല? 2 മീതയിൽ ചെയിനിലില്ല. അപ്പോൾ ഈ 2 മീതയിലും ചെയിനിലില്ല, ഇതും ചെയിനിലില്ല, ഇതും ചെയിനിലില്ല. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്പർ 2 ആണ്, ഇതിന് നമ്പർ എത്രയാണ്? 2. 2 2 4. ഇങ്ങനെ ഇങ്ങോട്ട് നമ്പർ ചെയ്താലോ? 1 2 3 അല്ലേ വരുന്നത്? ഇതിന് 3 അതിന് 3. അപ്പോൾ 3 3 എത്ര? 6. പഠിച്ചോ? അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്പർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് പേര് പറഞ്ഞേ 2,2 ഡൈമീഥൈൽ. 2 2 ഡൈമീഥൈൽ. പിന്നെന്താ? ബ്യൂട്ടൈൻ. 2 2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ക്ലിയർ ആയോ? 2 2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഓക്കെ. 2 2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. നോക്കുക. CH3 CH2 CH C2H5 C3. ഈ കോമ്പൗണ്ട് നോക്കുക. ഈ കോമ്പൗണ്ടിൽ പ്രത്യേകത ഒരു ഗ്രൂപ്പ് മീതയിൽ പകരം ഞാൻ ഈതയിൽ കൊടുത്തുണ്ട്. ഈതയിൽ C2H5. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ട് ഇതിന് പകരം ഞാൻ വേറൊരു കോമ്പൗണ്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ വരച്ചെടുക്കണം. C3 CH2 CH ഇവിടെ C2H5 then CH2 CH3. കണ്ടില്ലേ? 2 കോമ്പൗണ്ട് വരച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിൽ 2 C2H5 ഗ്രൂപ്പ് ഉണ്ട്. C2H5 എന്ന് പറഞ്ഞാൽ ഈതയിലല്ലേ? പക്ഷേ ഈ കോമ്പൗണ്ടിൽ ഇങ്ങോട്ട് എണ്ണുമ്പോൾ 1 2 3 മൂന്നാമത്തെ കാർബണില്ലേ ഈതൽ ഗ്രൂപ്പ്. ഇങ്ങോട്ട് എണ്ണുമ്പോഴോ 1 2 രണ്ടാമത്തെ കാർബണില്ലേ ഈതൽ ഗ്രൂപ്പ്. ഓക്കെ. പക്ഷേ ഇവിടെ നോക്കിയേ 1 2 3 മൂന്നാമത്തേൽ. ഇങ്ങോട്ട് നോക്കിയേ 1 2 3 മൂന്നാമത്തേൽ. അപ്പോൾ ഈ ഈതൽ ഗ്രൂപ്പ് രണ്ടാമതായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ടെങ്കിൽ ആ ഈതൽ ഗ്രൂപ്പ് ചെയിൻ്റെ ഭാഗമായിരിക്കും. അല്ലാതെ ആ ഈതൽ ഗ്രൂപ്പിന് ഈതൽ എന്ന പേര് കിട്ടില്ല. എത്രാമതായി വരുമ്പോൾ?
രണ്ടാമതായി വരുമ്പോൾ. പക്ഷേ മൂന്നാമതായി വന്നാൽ നിങ്ങൾക്ക് ആ ഈഥൈൽ ഗ്രൂപ്പിന് ഈഥൈൽ എന്ന പേര് തന്നെ ഇടാം. അതിന് കാരണം ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. ഈ കോമ്പൗണ്ട് ഞാൻ മാറ്റി എഴുതുന്നു C3CH2CH. കണ്ടോ CH, മുകളിലോട്ട് C2H5ന് C2H5 നമ്മൾ നേരത്തെ പഠിച്ചല്ലേ CH2CH3. അപ്പോൾ സ്പ്ലിറ്റ് ആക്കി CH2CH3. പിന്നെ എന്ത് എഴുതി C3. കണ്ടോ, ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങളൊന്ന് എണ്ണി നോക്കേ. ഇതിപ്പോൾ 1 2 3 4 അല്ലേ? പക്ഷേ ഇങ്ങനെ നോക്കിയേ 1 2 3 4 5. എത്ര കാർബൺ ചെയിനിൽ വന്നു? 5 കാർബൺ. അപ്പോൾ അതല്ലേ പാരൻ്റ്. അപ്പോൾ എപ്പോഴേ C2H5 സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? രണ്ടാമതായി വന്നാൽ. ഇനി നമ്മൾ ഇതിന് നമ്പർ ഇടുമ്പോൾ നോക്കിയേ, ഇതിന് ചെയിനിന് നമ്പർ ഇടുമ്പോൾ ഈ ചെയിനിന് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 എത്ര കാർബൺ? 5 കാർബൺ ആയില്ലേ? അപ്പോൾ എത്രാമത്തെ കാർബണിലാണ് ഈ C3? മൂന്നാമത്തെ. ഇനി ഇങ്ങോട്ട് നമ്പർ ചെയ്താലും വെറുതെ നോക്കിയേ 1 2 3 3 അല്ലേ? 3ലാണ് വരുന്നത്, 4 5 അപ്പോൾ 3. അപ്പോൾ രണ്ട് ഭാഗത്തും ഒരുപോലെ ആയതുകൊണ്ട് ഏത് എടുക്കാം. അപ്പോൾ ഈ കോമ്പൗണ്ട് പേര് 3-methyl pentane ആണ്. എന്താ പേര്? 3-methyl pentane. അപ്പം നമ്മൾ എന്താ വിചാരിക്കും? അത് ശരിക്ക് വിചാരിക്കൽ 2-methyl butane എന്നല്ലേ വിചാരിക്കൽ? ഇതാ 1 2 3 4 രണ്ടാമത്തെ ഈഥൈൽ ഗ്രൂപ്പ് 2-methyl butane. പക്ഷെ അതിൻ്റെ പേര് 2-methyl butane അല്ല. എന്താ പേര്? 3-methyl pentane ആണ്. പഠിച്ചോ? എന്നാൽ അതേ സമയത്ത് ഇവിടെയും ഈഥൈൽ ഗ്രൂപ്പ് ഇല്ലേ? ഇത് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പ്ലിറ്റ് ചെയ്താലും സ്പ്ലിറ്റ് ചെയ്തില്ലെങ്കിലും ഈഥൈൽ എന്ന പേര് തന്നെ വരും. കാരണം കാർബണിൻ്റെ എണ്ണം ചെയിനിൽ എത്ര വരും? 1 2 3 4 5. മനസ്സിലായോ? അതുകൊണ്ട് അത് കൂടാതെ ഇതിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തില്ലേ നമ്മൾ? അപ്പം നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്പർ ചെയ്യാം. ഇത് 1 ഇത് 2 ഇത് 3. സ്പ്ലിറ്റ് ചെയ്യാതെ തന്നെ അതേപോലെ വരച്ച് 3 ഉണ്ടോ? അടുത്ത് 4 നമ്മൾ എഴുതൽ. പക്ഷെ 5 എഴുതണം. കാരണം അതിനിടയ്ക്ക് ഒരു CH2 ഇല്ലേ? അപ്പോൾ 5. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ പേരിടാം. പഠിച്ചോ? ഇനി ഇതിലാണെങ്കിൽ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ നമ്പർ ചെയ്താലും 3യിലാണ് ഇത് വരിക. രണ്ട് സൈഡിൽ നമ്പർ ചെയ്താലും 3യിലാണ് ഈഥൈൽ. അപ്പോൾ ഈ കോമ്പൗണ്ട് പേരെന്താ? 3-ethyl pentane. എന്താ പേര്? 3-ethyl pentane. കിട്ടിയോ? 3-ethyl pentane. ഓക്കെ, 3-ethyl pentane. ക്ലിയർ? ഈ കോമ്പൗണ്ട് നോക്കുക. CH3 then CH3 then CH3 then CH2 CH2H5 then CH2CH3. ഈ കോമ്പൗണ്ട് നോക്കുക. അതുപോലെ വേറൊരു കോമ്പൗണ്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. C3 CH2 CH3 then CH2 CH2H5 ഓക്കെ then CH2CH3. രണ്ട് കോമ്പൗണ്ട് എഴുതാം. ഇതിലിപ്പോൾ ഇവിടെ C2H5 ഉണ്ട്. ഈ C2H സ്പ്ലിറ്റ് ചെയ്യണോ വേണ്ടയോ? വേണ്ട. എന്തുകൊണ്ട്? വെറുതെ നോക്കിയേ 1 2 3 മൂന്നാമത്തെ അല്ലേ? അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യണ്ട. ഈ C2H സ്പ്ലിറ്റ് ചെയ്യണോ വേണ്ടയോ? വേണ്ട. 1 2 3 കണ്ടില്ലേ? അപ്പോൾ ഇനി നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ യെസ് ചെയിൻ വരക്കേണ്ട ആവശ്യമില്ല. ഞാൻ വെറുതെ ചെയിൻ വരക്കുന്ന വേണം കാണിത്തരാം. ഇതല്ലേ ചെയിൻ? ഓക്കെ, ഈ നമ്പർ ചെയ്യുമ്പോൾ ഇത് 1 ഇത് 2 ഇത് 3 ഇത് 4 ഇത് 5 ഇത് 6. അപ്പോൾ 2 + 4 എത്ര? 6. കിട്ടിയോ? ഇനി ഇങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചേ 1 2 3 അല്ലേ? ഇത് 4 5. അപ്പോൾ 3 + 5 എത്ര? 8. ഏതാ ചെറുത്? 6. അപ്പോൾ ഈ സൈഡിൽ നമ്പർ ചെയ്യണം. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ പേര് എഴുതുമ്പോൾ ഒരു മീഥൈലുണ്ട് ഒരു ഈഥൈലുണ്ട്. പക്ഷേ ആദ്യം ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്ന ഗ്രൂപ്പിൻ്റെ പേര് എഴുതണം. മീഥൈലാണോ ആദ്യം ഈഥൈലാണോ? ഈ അല്ലേ ABCD? അപ്പോൾ ഈ ആണ് ആദ്യം. അപ്പോൾ ഈഥൈൽ ആദ്യം എഴുതണം. അപ്പോൾ പേരെന്താ വരിക? പറഞ്ഞേ. 4-ethyl കോമ്പൗണ്ട് പേര് 4-ethyl പിന്നെ 2-methyl പിന്നെ ഹെക്സൈൽ. കിട്ടിയോ? 4-ethyl 2-methyl ഹെക്സൈൽ. ഇത് നിങ്ങൾ ഈ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഒന്ന് നമ്പർ ചെയ്ത് നോക്കിയേ. ഈ സൈഡിൽ നിന്ന് നമ്പർ ചെയ്താൽ 1 2 3 4 5 6 7 3ഉം 5ഉം 8. ഈ സൈഡിൽ നിന്നോ 1 2 3 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ ഇതിന് നമ്പർ 3, ഇതിന് നമ്പറോ 5. 3 + 5 8. രണ്ട് സൈഡിൽ നിന്ന് ഒരുപോലെ കിട്ടിയില്ലേ? അന്നേരം നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നതിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രൂപത്തിൽ നമ്പർ ചെയ്യണം. മനസ്സിലായോ? രണ്ട് സൈഡിൽ നിന്ന് ഒരുപോലെ കൂട്ടിയപ്പോൾ ഒരുപോലെ വന്നാൽ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നതിന് ചെറിയ നമ്പർ കിട്ടത്തക്ക രൂപത്തിൽ നമ്പർ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ താഴെ എഴുതിയ റൗണ്ട് ചെയ്ത് എഴുതിയ നമ്പറിങ് അല്ലേ എടുക്കുക? യെസ്. അപ്പോൾ പേരെന്താ വരിക? പറഞ്ഞോളൂ. 3-ethyl
5 methyl heptane. 3 ethyl 5 methyl heptane. കിട്ടിയോ? 3 ethyl 5 methyl heptane. ക്ലിയർ? 3 ethyl 5 methyl heptane. ഓക്കെ ആണല്ലോ? 3 ethyl 5 methyl heptane. കോമ്പൗണ്ട് നോക്കിയാൽ CH3. എല്ലാവരും എഴുതി CH3 C3C. ഇനി മുകളിലോട്ട് C3, താഴോട്ട് C3, പിന്നെ സിംഗിൾ ബോണ്ട് CH, മേലോട്ട് C2H5, ദെൻ സിംഗിൾ ബോണ്ട് CH2 C3. കോമ്പൗണ്ട് എഴുതിയില്ലേ? ഈ കോമ്പൗണ്ടിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ നിന്നാണ് നമ്പർ ചെയ്യുന്നതെങ്കിൽ ചെയിൻ 1 2 3 4 5 ബുദ്ധിമുട്ടുള്ള ചെയിനും നല്ലത് 1 2 3 4 5 അല്ലേ? കിട്ടിയല്ലോ, ശരിയല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത് നോക്കി എല്ലാവരും, ഇതാണ് ചെയിനെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് നമ്പർ ചെയ്യുമ്പോൾ ഈ മീതയിൽ ചെയിനിലില്ല, ഈ മീതയിൽ ചെയിനിലില്ല. അപ്പോൾ 2 + 2 മനസ്സിലായില്ലേ? ഈ ഈതയിൽ ചെയിനില്ല 3. എന്തുകൊണ്ട് ഈ ഈതയിലായിട്ട് തന്നെ വരും? ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുമ്പോൾ രണ്ടാമതായി വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 2 2 4 3 7. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചാൽ 1 2 ഇത് 3 അല്ലേ? 3 4 5. അപ്പോൾ 4 അല്ലേ രണ്ടെണ്ണത്തിന്? അപ്പോൾ എത്രയായി? 3 4 7 4 11. ഏതാ ചെറുത്? 7 അല്ലേ ചെറുത്? അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യണം. ഇത് മീതയിൽ, ഇത് മീതയിൽ. അപ്പോൾ 2 എണ്ണായി. അപ്പോൾ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? ഇത് ഡൈമീതയിൽ എന്നല്ലേ വരുക? ഇത് ഈതയിൽ. പക്ഷെ ഡൈമീതയിൽ ഡി ആണ്, ഈതയിൽ ഇ ആണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഡൈ ട്രൈ ടെട്ര അതിലത്തെ ആദ്യത്തെ ലെറ്റർ എടുക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഡൈമീതയിലാണെങ്കിലും അത് മീതയിലല്ലേ? മീതയിലാണെങ്കിൽ എമ്മിനെ സ്റ്റാർട്ടിങ് ലെറ്റർ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഡൈമീതയിൽ സ്റ്റാർട്ടിങ് ലെറ്റർ ഡി ആണെന്ന് വിചാരിക്കാൻ പാടില്ല, ട്രൈമീതയിൽ ടി ആണ് അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഏത് മീതയിലായാലും എന്താണ് സ്റ്റാർട്ടിങ് ലെറ്റർ എം ആണ് കേട്ടോ. പിന്നെ ഇത് ഈതയിൽ. അപ്പോൾ ഏതാ ആദ്യം എഴുതുക? ആൽഫബറ്റിക് ഓർഡറിൽ ഏതാ ആദ്യം എഴുതുക? ഈതയിലല്ലേ? അപ്പോൾ 3 ഈതയിൽ എഴുതിക്കോളൂ. 3 ഈതയിൽ പിന്നെ 2 ഡൈമീതയിൽ 3 ഈതയിൽ 2 ഡൈമീതയിൽ പെൻഡെയിൻ. കിട്ടിയോ? 3 ഈതയിൽ 2 ഡൈമീതയിൽ പെൻഡെയിൻ. ഓക്കെ, 3 ഈതയിൽ 2 ഡൈമീതയിൽ പെൻഡെയിൻ. ക്ലിയർ? ഓക്കെ. ഇനി അപ്പോൾ ആ ഐഡിയ മനസ്സിലായിരിക്കണം. ഇനി ഈ കോമ്പൗണ്ട് നോക്കൂ എല്ലാവരും. അപ്പോൾ നമുക്ക് CH3 തന്നെ തുടങ്ങാം. CH3 CH2H5 again CH2H5 okay, then CH3 കോമ്പൗണ്ട് വരച്ചില്ല എല്ലാവരും എന്ന് പറഞ്ഞേ? C3 CH2H5 CH2H5 C3 ഓക്കെ. ഇനി ഇതിൽ ഈ ഈതൽ ഗ്രൂപ്പ് 1 2 രണ്ടാമതായിട്ടാണ്, അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യും. ഈ ഈതൽ ഗ്രൂപ്പ് 1 2 3 1 2 3 സ്പ്ലിറ്റ് ആവില്ല. മനസ്സിലായോ? അപ്പോൾ ഇനി നമ്പറിങ് നടക്കുമ്പോൾ ഇത് എന്തായിരിക്കും? 1 ആണ് അല്ലേ? യെസ്, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4. ഇനി ഇങ്ങോട്ട് 5 എഴുതാം, ഇങ്ങോട്ടേക്ക് 6 എഴുതണം, ജമ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ട് ഈതയിലാകുമ്പോൾ 6. അപ്പോൾ നമ്പറിങ് കിട്ടി. നമ്പർ ഈ സൈഡിൽ നിന്ന് ഉറപ്പല്ലേ? ഇനി ഈ സൈഡിൽ നിന്ന് ചെയ്ത് നോക്കണ്ട, കാരണം ഇത് ചെറുതല്ലേ. 2 2 2 4 4 3 7 7 4 11. ഇങ്ങനെ ഇങ്ങോട്ടാകുമ്പോൾ 1 ഇത് വരും, ഇത് ഒന്നാകുമ്പോൾ ഇത് 3 3 4 5. അപ്പോൾ 3 4 7 7 5 12 12 5 17 ആവും. അപ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാം. പേര് എഴുതുമ്പോൾ എത്ര മീതയിലുണ്ട്? 3 മീതയിലുണ്ട്, ഒരു ഈതയിലുണ്ട്. അപ്പോൾ ഇതല്ല ആദ്യം. അപ്പോൾ പേര് പറഞ്ഞേ 3 ഈതയിൽ പറഞ്ഞോളൂ. 3 ഈതയിൽ. പിന്നെ 2 2 4 ട്രൈമീതയിൽ 2 2 4 ട്രൈമീതയിൽ 2 2 4 ട്രൈമീതയിൽ. പിന്നെ ഹെക്സെയിൻ ഇല്ലേ? ഇനി H നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതാം, പക്ഷേ ഹെക്സെയിൻ എഴുതണം സ്ഥലം വിടാതെ. പഠിച്ചില്ലേ? 3 ഹൈഫൺ ഈതയിൽ ഹൈഫൺ 2 2 4 ഹൈഫൺ ട്രൈമീതയിൽ ഹെക്സെയിൻ. ഓക്കെ. അടുത്ത കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ CH3
twice CH, CH2, C2H5, sorry, CH3 twice CH, CH, C2H5, CH2, CH3. ആ C2H5 ബ്രാക്കറ്റിൽ എഴുതണേ. ഓക്കെ, ഇങ്ങനെ വന്നാലേ നിങ്ങൾ ചെയ്യേണ്ടത് അതിനൊന്ന് മാറ്റി എഴുതുക. CH അല്ലേ വേണ്ട, CH അത് C3 ട്വൈസ് ആകുമ്പോൾ ഒരു C3 ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആയിട്ട് എഴുതുക, 2 C3. പിന്നെ അഗെയിൻ CH, അതിൻ്റെ ബ്രാക്കറ്റിൽ C2H5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ CHൻ്റെ കൂടെ C2H5 ഉണ്ടെന്ന് അർത്ഥം. അത് കഴിഞ്ഞിട്ട് പിന്നെ CH2, CH3 അതേ ചെയിനിലുണ്ട് കേട്ടോ, ഇതർത്ഥം. ഇനി കോമ്പൗണ്ട് പേര് ഏതാ നിങ്ങൾക്ക് അറിയില്ലേ? ഈ സൈഡിൽ നിന്ന് നമ്പറിങ് ഉറപ്പാണ്. പേരൊന്ന് പറഞ്ഞോളൂ. 3-ethyl 2-methyl pentane. 3-ethyl 2-methyl pentane. ഓക്കെ, 3-ethyl 2-methyl pentane. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അതേപോലെ ഏത് കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റണം കേട്ടോ. വേറൊരു കോമ്പൗണ്ട് C2H5 thrice C, then CH2, then C, then CH. ഓക്കെ, then ബ്രാക്കറ്റിൽ CL, ഞാൻ ഇതുവരെ CL എഴുതിയിട്ടില്ല. then C3. ഇതാണ് കോമ്പൗണ്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഒരു CL വന്നില്ല ഇവിടെ, അപ്പോൾ അത് പറയാൻ പറ്റും. F വന്നാൽ ഫ്ലൂറോ, FLUORO ഫ്ലൂറോ. CL വന്നാൽ ക്ലോറോ, BR വന്നാൽ ബ്രോമോ, I വന്നാൽ അയോഡോ, NO2 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വന്നാൽ നൈട്രോ കേട്ടോ. ഇത് മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ അതേ ഐഡിയ തന്നെയാണ് ഈ ഗ്രൂപ്പിനും, പക്ഷേ ഇത് ഹാലജൻ ആണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കാം കോമ്പൗണ്ട് എഴുതുമ്പോൾ C2H5 thrice C വരുമ്പോൾ C, ആ സിയുടെ കൂടെ എത്ര C2H5? 3 എണ്ണം. അപ്പോൾ C2H5 അഗെയിൻ C2H5 പിന്നെയോ C2H5, 3 C2H5 എഴുതുക. ഇനി അതിനുശേഷം CH2, അതിനുശേഷം CH, പിന്നെ CL അല്ലേ, അപ്പോൾ CL ഇവിടെ എഴുതുക. ഈ ബ്രാക്കറ്റിൽ CL എന്ന് പറഞ്ഞാൽ CHൻ്റെ ഇവിടെ CL എന്ന് അർത്ഥം കേട്ടോ. പിന്നെ C3. ഇനി ഇവിടെ CL എന്ന് പറഞ്ഞാൽ ക്ലോറോ എന്ന ഗ്രൂപ്പ് ഉണ്ട്. ഇനി നമുക്കറിയാം ഇത് നമ്പർ ചെയ്യേണ്ട ആവശ്യം, ഇത് 1 ആകുമ്പോൾ ഇത് 3 അല്ലേ, C2H5 ആയതുകൊണ്ട് എവിടെ നോക്കിയാലും 1 3, അതുകൊണ്ട് ഈ സൈഡ് ആകുമ്പോൾ 1 2 വരും. അപ്പോൾ 2 ചെറുത്, 2 3 4 പിന്നെ എത്ര 6, എങ്ങോട്ട് എഴുതി കഴിഞ്ഞാലും 6 ആണ് കേട്ടോ, 6. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി പേര് എഴുതുമ്പോൾ ഇത് ക്ലോറോ ഉണ്ട്, ഇത് ഈഥൈലുണ്ട്. ഏത് ആദ്യം വരുക? ക്ലോറോ C, ഈഥൈൽ E, അപ്പോൾ ക്ലോറോ. അപ്പോൾ എത്ര ക്ലോറോ പറഞ്ഞോളൂ? 2 ക്ലോറോ. യെസ്, 2 ക്ലോറോ, 2 ക്ലോറോ. പിന്നെയോ 4,4 ഡൈഇഥൈൽ, 4,4 ഡൈഇഥൈൽ ഹെക്സൈൻ, 4,4 ഡൈഇഥൈൽ ഹെക്സൈൻ. കിട്ടിയോ? 2 ക്ലോറോ 4,4 ഡൈഇഥൈൽ ഹെക്സൈൻ. ഇതാണ് കോമ്പൗണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ക്ലോറിൻ മീഥൈലല്ലേ എഴുതേണ്ട ഐഡിയ കിട്ടിയില്ലേ? C3 CH2 CH CH3 CH3. okay, then CH2 C3. ഈ കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ നോക്കുക, ഇതിൽ ഞാൻ ഒരു കാർബൺ ചെയിൻ സെലക്ട് ചെയ്ത് ശ്രദ്ധിക്കുക. ഇതാണ് കാർബൺ ചെയിൻ എങ്കിൽ ഇത് എത്ര കാർബൺ ഉണ്ടാവും ചെയിനിൽ? 1 2 3 4 5 6 കാർബൺ ചെയിൻ ഉണ്ടാവും. പക്ഷേ ഈ ഐസോപ്രൊപ്പൈൽ അല്ലേ, ഇത് നോക്കിയേ, ശരിക്കും നോക്കിയേ, ഇതല്ല ഐസോപ്രൊപ്പൈൽ, ഇതൊരു സബ്സ്റ്റിറ്റ്യൂന്റ്, ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് കേട്ടോ, ഒറ്റ സബ്സ്റ്റിറ്റ്യൂന്റായി പറയും ഐസോപ്രൊപ്പൈൽ. ക്ലിയർ? ഇനി അതേ കോമ്പൗണ്ട് ഞാൻ ഒന്നുകൂടെ വരക്കുന്നുണ്ട്. C3 പിന്നെ CH2 CH, ഇവിടെ CH CH3 C3 പിന്നെ CH2 C3. ഇതാ കോമ്പൗണ്ട്. ഇതിൽ കാർബൺ ചെയിൻ ഇതാണ് എടുക്കുന്ന വിചാരിക്കാം.
ഇത് എത്രയാണ്? 1 2 3 4 5 6 അല്ലേ? അപ്പോൾ ശരിയല്ലേ? C3CH2. അപ്പോൾ 1 2 3 4 5 6 again 1 2 3 4 5 6 again 1 2 3 4 5 6 ഉണ്ടല്ലേ? വേറെ ചെയിൻ, ഇതാണ് ചെയിൻ എന്ന് വിചാരിക്കാം. ഇതാണ് ചെയിനെങ്കിൽ ഈ ഈഥൈൽ എന്ന ഗ്രൂപ്പ് ഉണ്ടോ, സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ്. ഇതും മീഥൈൽ സബ്സ്റ്റിറ്റ്യൂൻ്റ് രണ്ടെണ്ണമായി. അപ്പോൾ ഇതുവരെ വരാത്തൊരു കേസാണ് വന്നത്. എന്താ കേസ്? വ്യത്യസ്ത കാർബൺ ചെയിൻ, ഒരേ കൂടുതൽ കാർബൺ ആറ്റമുള്ള ഒന്നിലധികം കാർബൺ ചെയിൻസ് വന്നു. അപ്പോൾ പാരന്റ് ചെയിൻ സെലക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടായില്ലേ? 6 കാർബൺ ആറ്റമുള്ള പാരന്റ് ചെയിൻ ആണ് രണ്ടിലും. പക്ഷേ 6 കാർബൺ ആറ്റമുള്ള പാരന്റ് ചെയിൻ ഒന്നാമത്തേൽ ഒറ്റൊരു സബ്സ്റ്റിറ്റ്യൂൻ്റ്, ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് അല്ലേ സബ്സ്റ്റിറ്റ്യൂൻ്റ്. രണ്ടാമത്തെ കോമ്പൗണ്ടിലോ 6 കാർബൺ ആറ്റമുള്ള പാരന്റ് ചെയിനിന്, പക്ഷേ അതിൽ 2 മീഥൈൽ ഗ്രൂപ്പ് അല്ലേ, ഒരു മീഥൈൽ ഒരു ഈഥൈൽ അല്ലേ സബ്സ്റ്റിറ്റ്യൂൻ്റ്. മീഥൈലാണോ ഈഥൈലാണോ എന്നല്ല, എത്ര സബ്സ്റ്റിറ്റ്യൂൻ്റ് ഇതിലുണ്ട്? രണ്ടാമത്തേൽ 2 എണ്ണം, മുകളിലത്തേലോ 1. അപ്പം നമ്മൾ ഏത് ചെയിൻ? ആ രണ്ടാമത്തെ ചെയിനാണ് പാരന്റ് ചെയിനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇഫ് വി ഹാവ് മോർ ദാൻ 1 കാർബൺ ചെയിൻ, മോർ ദാൻ 1 കാർബൺ ചെയിൻ കണ്ടെയ്നിങ് largest number of carbon atoms, largest number of carbon atoms is possible if if more than 1 carbon chain containing largest number of carbon atoms is possible, more than 1 carbon chain containing largest number of carbon atoms is possible, then the carbon chain which contains highest number of substituents, the carbon chain which contains highest number of substituents, substituents substituents is taken as the parent chain, okay. അപ്പോൾ ഇവിടെ രണ്ടാമത്താണ് പാരന്റ് ചെയിനായിട്ട് എടുക്കുക. അപ്പോൾ ഈ രണ്ടാമത്തെ കാർബൺ ചെയിൻ നമ്പർ ചെയ്യുമ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, 4, 5, 6 ഇങ്ങനെ നമ്പർ ചെയ്താൽ ഇതിന് നമ്പർ 2, ഇതിന് നമ്പർ 3, 2, 3, 5. ഇനി ഇങ്ങനെ ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. 1 2 3 4 5 വരുന്നത്, അത് എടുക്കണ്ട. അപ്പോൾ പേരെന്താണ്? 3 ഈഥൈൽ 2 മീഥൈൽ ഹെക്സൈൻ. എഴുതിയില്ല എല്ലാവരും? എന്താണ്? 3 ഈഥൈൽ 2 മീഥൈൽ ഹെക്സൈൻ. ക്ലിയർ? 3 ഈഥൈൽ 2 മീഥൈൽ ഹെക്സൈൻ. ഈ കോമ്പൗണ്ട് ഒന്ന് വരക്കണം. നിങ്ങൾ ഓക്കെ. CH3 CH2 CH2 CH, താഴോട്ട് CH CH3 CH3, റൈറ്റിലോട്ട് CH2 CH2 CH3. മനസ്സില്ലേ? ഈ കോമ്പൗണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. ഇതിലിപ്പോൾ നമുക്ക് എണ്ണി നോക്കാമല്ലോ. 1 2 3 4 5 6 7 7 കാർബൺ ചെയിൻ. ഇനി വേണമെങ്കിൽ നോക്കാം. 1 2 3 4 5 6, ഇത് 1 2 3 4 5 6. അപ്പോൾ 7 കാർബണുള്ള ചെയിൻ ഉണ്ടെങ്കിൽ പിന്നെ ലാർജസ്റ്റ് നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂൻസ് നോക്കേണ്ട ആവശ്യമില്ല. 7 കാർബൺ ആറ്റമുള്ള ചെയിനിലെ ഹയസ്റ്റ്, അപ്പോൾ അത് ലാർജസ്റ്റ്. അതുകൊണ്ട് ഏത് നമ്മൾ നേരത്തെ എപ്പോഴെടുത്ത് ഒന്നിലധികം കാർബൺ ചെയിൻ കൂടുതൽ കാർബൺ ആറ്റമുള്ള ചെയിൻ വന്നപ്പോൾ അതിനെ സെലക്ട് ചെയ്യേണ്ട മെത്തേഡാണ് പറഞ്ഞത്. ഇതിലിപ്പം ചെയിൻ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂൻ്റ് ഗ്രൂപ്പ്സിൻ്റെ എണ്ണം ആവശ്യമില്ല. എന്താ കാരണം? ഇവിടെ നിങ്ങൾക്ക് ഒരു കാർബൺ ചെയിൻ 7 കാർബൺ ഉണ്ട്, ബാക്കിയുള്ള 2 കാർബൺ ചെയിനും 6 കാർബൺ ചെയിൻ, 2 കാർബൺ ചെയിൻ സെയിം ആണ്, എന്നാലും 6 കാർബൺ ചെയിനാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ചെയിൻ. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ചെയിനെങ്കിൽ ഈ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂൻ്റ് ഗ്രൂപ്പാണ്. ഇത് കണ്ടില്ലേ? ഇത് സബ്സ്റ്റിറ്റ്യൂൻ്റ് ഗ്രൂപ്പാണ്. ഇതിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഐസോപ്രൊപ്പൈൽ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ കോമ്പൗണ്ടിന് NCERT ടെക്സ്റ്റ് പ്രകാരം നമുക്ക് ഐസോപ്രൊപ്പൈലിൻ്റെ പേര് എഴുതാം. പക്ഷേ പുതിയ UPSCയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഐസോപ്രൊപ്പൈലിൻ്റെ പേരിനെ മാറ്റണം. അത് രണ്ടും ഞാൻ പറഞ്ഞുതരാം. കിട്ടുമെന്നേ? ഓക്കെ. അപ്പോൾ ലോ ലെവലിൽ ഇത് ഐസോപ്രൊപ്പൈൽ എഴുതിയാലും വലിയ കുഴപ്പമില്ല അർത്ഥം. അപ്പോൾ നമ്പർ ഇടുമ്പോൾ എന്താ പറയുക? എങ്ങനെ നമ്പർ ചെയ്താലും 1 2 3 4 1 2 3 4 എങ്ങനെ നമ്പർ ചെയ്താൽ 4 വരിക? 3 4 5 6 7 പഠിച്ചോ? അപ്പോൾ ഇതിൻ്റെ പേര് 4 ഐസോപ്രൊപ്പൈൽ. എന്താ പേര് പറ? 4
ഐസോപ്രൊപ്പൈൽ എന്താ പേര് ഹെപ്റ്റെയ്ൻ. എന്നാൽ പുതിയ റെക്കമെൻഡേഷൻ, ഇത് 93-ലെ റെക്കമെൻഡേഷനാണ് നമ്മളെ ഏതിലുള്ളത്, NCERT-യിലുള്ളത്. മനസ്സിലായോ? പുതിയ റെക്കമെൻഡേഷൻ പ്രകാരം ഈ ഫ്രീ ബാലൻസ് ഉണ്ടോ ഇവിടെ വരാം, ആ വരെയുള്ള കാർബണിന് വീണ്ടും അതിന് നമ്പർ ചെയ്യണം. ആ വരെയുള്ള കാർബണിന് ഞാൻ വീണ്ടും നമ്പർ ചെയ്യുന്നു. എന്താ നമ്പർ എന്നറിയോ? ഇതൊന്ന് കൊടുക്കണം. മനസ്സിലാവുന്നില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, ഞാൻ ഹൈ ലെവലിൽ പിന്നെ പറഞ്ഞു തരും. അപ്പോൾ ഇത് 1, ഇത് 2, മാക്സിമം 2 അല്ലേ വരുള്ളൂ, ഇങ്ങോട്ടായാലും 2 തന്നെ കിട്ടില്ലേ? അപ്പോൾ 2 വരൂ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏറ്റവും വലിയ ചെയിൻ കണ്ടുപിടിക്കുക. അപ്പോൾ 1 2 1 2 എങ്ങനെ വന്നാലും 2 അപ്പോൾ ആ ഗ്രൂപ്പിന് നമ്മൾ പുതിയൊരു പേര് ഇടണം. എന്താ പേര് എന്നറിയോ? 1-മീഥൈൽ ഈഥൈൽ. ഈ 1-ൽ മീഥൈലില്ലേ? മീഥൈൽ. പിന്നെ ഈ മൊത്തം ഗ്രൂപ്പ് 2 കാർബണിൻ്റെ ഗ്രൂപ്പിൻ്റെ പേരെന്താ? ഈഥൈൽ. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ പേരെന്താ? 1-മീഥൈൽ ഈഥൈൽ. ഈ 1-മീഥൈൽ ഈഥൈൽ ഡിറൈവ്ഡ് ഗ്രൂപ്പാണെന്ന് പറയും. 1-മീഥൈൽ ഈഥൈൽ ഡിറൈവ്ഡ് ഗ്രൂപ്പാണെന്ന് പറയും. ഡിറൈവ്ഡ് ഗ്രൂപ്പ് ബ്രാക്കറ്റിൽ എഴുതണം. എന്നിട്ട് ഇവിടെ കണ്ടോ 4, ആ 4 ആദ്യം എഴുതണം. 4-1-മീഥൈൽ ഈഥൈൽ. പിന്നെ ബാക്കിയുള്ള എത്ര? ആ 7 കാർബൺ ആകുമ്പോൾ ഹെപ്റ്റെയ്ൻ. ക്ലിയർ ആയോ? അപ്പോൾ 4-1-മീഥൈൽ ഈഥൈൽ ഹെപ്റ്റെയ്ൻ എന്നാണ് ഈ കോമ്പൗണ്ട് പേര്. 4-1-മീഥൈൽ ഈഥൈൽ ഹെപ്റ്റെയ്ൻ. ക്ലിയർ ആയോ? 4-1-മീഥൈൽ ഈഥൈൽ ഹെപ്റ്റെയ്ൻ. 1-മീഥൈൽ ഈഥൈലിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ M ആണ്. ഡിറൈവ്ഡ് ഗ്രൂപ്പ് ഏത് എഴുതി കഴിഞ്ഞാലും സ്റ്റാർട്ടിംഗ് ലെറ്റർ ആ എഴുതിയതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഏതത് ഡൈമീഥൈൽ എഴുതുമ്പോൾ സ്റ്റാർട്ടിംഗ് ലെറ്റർ M എഴുതുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പക്ഷേ ഇവിടെ ഇത് ഡിറൈവ്ഡ് ഗ്രൂപ്പാണ്, അത് 1-മീഥൈൽ ഈഥൈലാണ്. മനസ്സിലായോ? ഓക്കെ. ഇപ്പോൾ സപ്പോസ് 1,1-ഡൈമീഥൈൽ ഈഥൈൽ വന്നാലോ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഏതാ? D തന്നെ. നേരത്തെ ഡൈമീഥൈൽ അല്ല ഇത്, കേട്ടോ? ഓക്കെ. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഐഡിയ ക്ലിയർ ആയോ? 4-1-മീഥൈൽ ഈഥൈൽ ഹെപ്റ്റെയ്ൻ. ക്ലിയർ? അടുത്ത കോമ്പൗണ്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന കോമ്പൗണ്ട് ഒന്ന് എഴുതിക്കോ. CH3 CH2 CH മേലോട്ട് C2H5. ഓക്കെ. പിന്നെ സിംഗിൾ ബോൺ റൈറ്റോട്ട് CH, പിന്നെ താഴോട്ട് CH3 ഇനി വലത്തോട്ട് CH2 CH3. വരച്ചില്ലേ കോമ്പൗണ്ട്? ഇനി ഈ കോമ്പൗണ്ട് ഒന്ന് കാർബൺ ചെയിൻ എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 കാർബൺ. ഇനി ഇത് ഇവിടുന്ന് നോക്കിയേ 1 2 3 4 5 6. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പിൻ്റെ എണ്ണം നോക്കണ്ട. 1 2 3 4 5 6. അപ്പോൾ എഗെയിൻ സബ്സ്റ്റിറ്റ്യൂന്റ് ഗ്രൂപ്പിൻ്റെ എണ്ണം നോക്കണ്ട. അതുകൊണ്ട് കാർബൺ 7 ഹയസ്റ്റ് വന്നിട്ട് ലാർജസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സബ്സ്റ്റിറ്റ്യൂന്റ് കേട്ടോ. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഹൈ ലെവലിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരും. ഓക്കെ. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിലേ ഇത് ഈ സൈഡ് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 3 4 7. ഈ സൈഡ് നമ്പർ 1 2 3 4 5 4 5 9. അപ്പോൾ ചെറുത് ഇതല്ലേ? അപ്പോൾ ഈ സൈഡ് നമ്പർ ചെയ്യണം. 1 2 3 4 5 6 7. ഇതിന് നമ്മൾ നേരത്തെ പഠിച്ച ഗ്രൂപ്പ് ടേഷ്യറി ബ്യൂട്ടൈലാണ്. എന്താ പേര്? ഇത് ഗ്രൂപ്പ് ഓർമ്മയുണ്ടോ? CH3 3 അത് ടേഷ്യറി ബ്യൂട്ടൈലാണ്. അപ്പോൾ ഇത് ഈഥൈൽ. ടേഷ്യറി ബ്യൂട്ടൈലിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ B ആണ്. ടേഷ്യറി ബ്യൂട്ടൈലിൽ T അല്ലേ തുടക്കം, പക്ഷേ ടേഷ്യറി ബ്യൂട്ടൈലിൽ TR ഡോട്ട് ബ്യൂട്ടൈലല്ലേ? അപ്പോൾ അത് 1 വേർഡ് അല്ല. 1 വേർഡ് അല്ല എങ്കിൽ ആ ഡോട്ടിന് ശേഷമുള്ള ലെറ്ററാണ് സ്റ്റാർട്ടിംഗ് ലെറ്റർ എടുക്കുക. അപ്പോൾ ടേഷ്യറി ബ്യൂട്ടൈൽ ഏതാ സ്റ്റാർട്ടിംഗ് ലെറ്റർ? B. ഈഥൈലിലോ E. ഐസോപ്രൊപ്പൈലാണ് ഏതാ സ്റ്റാർട്ടിംഗ് ലെറ്റർ? I. കാരണം അത് 1 വേർഡാണ്. അപ്പോൾ പേരെന്താ വരിക? ടേഷ്യറി ബ്യൂട്ടൈലിൽ B ആണ്, ഈഥൈലിൽ E ആണ്. B അല്ല ആദ്യം. അപ്പോൾ പേര് പറഞ്ഞേ 4 ടേഷ്യറി ബ്യൂട്ടൈൽ. പിന്നെ ബാക്കി പറയും 3 ഈഥൈൽ പിന്നെ ഹെപ്റ്റെയ്ൻ. കിട്ടിയോ? എന്നാൽ പുതിയ റെക്കമെൻഡേഷൻ പ്രകാരം ഈ പേര് ശരിയല്ല. ഈ പേര് എഴുതുമ്പോൾ ഇതിന് ഈ കണ്ടോ ഈ വര കണക്ട് ചെയ്ത കാർബണിന് 1 കൊടുക്കുക. മാക്സിമം 2 അല്ലേ വരൂ? 2. അപ്പോൾ അതിൻ്റെ പേര് ഇത് ശരിക്കും 1 2 പറഞ്ഞാൽ ഈഥൈലാണ്. പക്ഷേ ആ 1-ൽ 2 മീഥൈലില്ല 2 ഭാഗത്തും. അപ്പോൾ 1,1-ഡൈമീഥൈൽ ഈഥൈൽ എന്നാണ്. എന്താ പേര്? ഈ ഗ്രൂപ്പിൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? 1,1-ഡൈമീഥൈൽ ഈഥൈൽ. നമ്മൾ പറയുന്ന ടേഷ്യറി ബ്യൂട്ടൈലിൻ്റെ IUPAC നെയിമാണ് 1,1-ഡൈമീഥൈൽ ഈഥൈൽ. കിട്ടിയില്ലേ? 1,1-ഡൈമീഥൈൽ ഈഥൈൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഏതാ? D. സാധാരണ ഡൈമീഥൈൽ സ്റ്റാർട്ടിംഗ് ലെറ്ററോ? M. ഇതിൽ 1,1-ഡൈമീഥൈൽ ഈഥൈലാണ്. അതിൽ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഏതാ? D. ഈഥൈൽ സ്റ്റാർട്ടിംഗ് ലെറ്ററോ? E. അപ്പോൾ ഏത് ആദ്യം വരുക? 1,1-ഡൈമീഥൈൽ ഈഥൈൽ. കേട്ടോ? അപ്പോൾ പേരെന്ന് പറഞ്ഞേ. എന്താ പേര്? യെസ് പറഞ്ഞോളൂ. ആദ്യം 4 1,1
ഡൈമീഥൈൽ ഈഥൈൽ 1 ഡൈമീഥൈൽ ഈഥൈൽ പിന്നെ 3 ഈഥൈൽ ഹെപ്റ്റൈൻ കിട്ടിയില്ലേ 3 ഈഥൈൽ ഹെപ്റ്റൈൻ ഓക്കെ ക്ലിയർ ആയില്ലേ